സ്റ്റാർട്ട് ചെയ്യാലോ ടീച്ചറാ? ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു ടീച്ചറാ. ഗുഡ് മോർണിംഗ് ഓൾ കോച്ചസ്. ഇപ്പം രാജഗോപാൽ സാർ നമുക്ക് ക്ലിയർ ആയിട്ട് എന്താണ് കോച്ചസിന്റെ റോള് എന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അപ്പം ഈ റോൾ ഓഫ് എ കോച്ച് അതിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ കോച്ചിങ് ലൈഫിൽ നമ്മൾ ഇമ്പാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 100% നമ്മൾ കോച്ചിങ്ങിൽ സക്സസ് ആവും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കുക. അപ്പം നമ്മളെല്ലാം ഫോളോ ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ്. അപ്പൊ നിങ്ങളൊന്നും ആ കോച്ചിങ് ലൈഫിലോട്ട് ഒന്ന് ഇമ്പാർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പൊ നമ്മൾ ബെറ്റർ കോച്ച് ആവും. ഓക്കെ, ഈ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ബാറ്റിംഗ് ആണ്. ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക് സ്കിൽസ്, ബേസിക് ബാറ്റിംഗ് സെറ്റപ്പ്, ബേസിക് സ്കിൽസ്, അതെല്ലാമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ക്യാമ്പിലോട്ട് ഒരു ഇൻഡിവിജ്വല് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിള് നമ്മുടെ ക്യാമ്പിലോട്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന എന്താണ്? അവരെ ബാറ്റിംഗ് ആണ് നമ്മൾ ഫസ്റ്റ് പഠിപ്പിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ബാറ്റിംഗ് ഫസ്റ്റ് പഠിപ്പിക്കുന്നത്? നമുക്കറിയാം, നമുക്ക് ഒരു ടീമിലെ നമുക്കറിയാം 11 മെമ്പേഴ്സ് ഉണ്ട്. 11 മെമ്പേഴ്സും മസ്റ്റ് ആയിട്ട് ബാറ്റ് ചെയ്യേണ്ടവരാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും തന്നെ ബോൾ ചെയ്യണം നിർബന്ധമില്ല, വിക്കറ്റ് കീപ്പ് ചെയ്യണം നിർബന്ധമില്ല. അപ്പം എല്ലാവരും ബാറ്റ് ചെയ്യണം, അത് കമ്പൽസറി ആണ്. അപ്പം ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ പ്ലെയേഴ്സും, ബാറ്റിങ്ങിന്റെ ബേസിക്സ് എല്ലാ പ്ലെയേഴ്സും മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അതിനെക്കുറിച്ച് അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞോട്ടെ. നമ്മള് ഇപ്പം രാജഗോപാൽ സാർ കിസ് പ്രിൻസിപ്പിൾ, കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ. നമ്മൾ കുറച്ച് കാര്യങ്ങളായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഐഡിയാസ് പ്രിൻസിപ്പിൾ, ഐഡിയാസ് എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ട്, ഡെമോൺസ്ട്രേറ്റ്, എക്സ്പ്ലെയിൻ, ദെൻ ആക്ടിവിറ്റി, ദെൻ സമ്മറൈസ്. അപ്പം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ആക്ടിവിറ്റി നമ്മൾ കോച്ചസ് തന്നെ നമുക്ക് നമ്മുടെ കുട്ടികളെ ഒന്ന് ഡെമോ ചെയ്ത് കാണിക്കണം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഫസ്റ്റ് അവരുടെ ബാറ്റിംഗ് ഏത് സ്കില്ലാന്ന് നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യാൻ ശേഷം നമ്മളൊന്ന് ഡെമോ ചെയ്ത് കാണിക്കും. അതിനുശേഷം അവരെ കൊണ്ടൊന്ന് ചെയ്യിക്കും. ഓക്കെ, അതാണ് ആക്ടിവിറ്റി. അവരെ കൊണ്ടൊന്ന് ചെയ്യിച്ച് നമ്മൾ നോക്കുക. ദെൻ അതിനകത്ത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ലാസ്റ്റ് അതിനെക്കുറിച്ച് കോമൺ ആയിട്ട് നമ്മൾ ആ സ്കില്ലിനെ പറ്റി അവരോടൊന്ന് ഡിസ്കസ് ചെയ്യും. ഇതാണ് ഐഡിയാസ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിപ്പം ചെറിയ തെറ്റിദ്ധാരണയുള്ള വരുന്ന കുട്ടികളെ നമ്മൾ ബേസിക് കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവരെ പഠിപ്പിക്കുകയാണ് നമ്മളൊന്ന് ചെയ്ത് കാണിക്കണം ഫസ്റ്റ്. അപ്പൊ അവരെ പഠിപ്പിക്കാതെ നമ്മളൊന്ന് ചെയ്ത് കാണിക്കും. ഓക്കെ, നല്ലൊരു ക്ലിയർ പിക്ചർ അവർക്ക് കൊടുക്കണം. എന്നിട്ട് വേണം ഓരോ സ്കില്ലും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. ഓക്കെ, നമ്മൾ കൂടുതലെന്ന് പറയുന്നത് നമ്മൾ ടൈം കുറവാണ്. അപ്പം ജസ്റ്റ് ബാറ്റിങ്ങിന്റെ ബേസിക്സിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ബാറ്റിങ്ങിൽ നമ്മൾ കടക്കുമ്പോൾ തന്നെ നമുക്കതൊരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ബാറ്റിന്റെ പാർട്സ് അവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. കാരണം നമ്മുടെ ബേസിക് ടെക്നിക്ക് പറഞ്ഞ ബാറ്റിന്റെ പാർട്സ് എന്താണെന്നൊക്കെ അവര് അറിഞ്ഞിരിക്കും. നിങ്ങൾക്ക് എല്ലാവരും പ്ലെയേഴ്സ് ആണ് ഇതിനകത്ത് എല്ലാവരും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബാറ്റിന്റെ പാർട്സ് എന്താണെന്നൊക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാൻഡിലുണ്ട്, ഫേസ് ഓഫ് ദ ബാറ്റ് ഉണ്ട്, സ്ലൈസ്, ഔട്ടർ എഡ്ജ്, ഇന്നർ എഡ്ജ്, ബോട്ടം ഓഫ് ദ ബാറ്റ്, സ്വീപ്പ് പാർട്ട്, ഇതെല്ലാം ബാറ്റിലുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ക്രീസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമ്മള് എത്ര ടൈപ്പ് ഓഫ് ക്രീസ്, ബോളിംഗ് ക്രീസ്, ബാറ്റിംഗ് ക്രീസ്, റിട്ടേൺ ക്രീസ്, അപ്പൊ അതൊക്കെ ഒന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക ആദ്യം തന്നെ. അതിനുശേഷം നമ്മൾ സ്കിൽസിലോട്ട് കിടക്കാവുള്ളൂ. ഓക്കെ, ഫസ്റ്റ് സ്ലൈഡിൽ കാണാം ബാറ്റിംഗ് കീ പോയിന്റ്സ്. അപ്പൊ എന്താണ് ബാറ്റിംഗിന്റെ കീ മെയിൻ ആയിട്ടുള്ള എയിം? ഒരു ബാറ്റ്സ്മാന്റെ മെയിൻ എയിം എന്താണെന്നാണ് ഫസ്റ്റ് ഇവിടെ പറയുന്നത്. എന്താണ് ബാറ്റ്സ്മാന്റെ മെയിൻ എയിം? എല്ലാവർക്കും അറിയാം, റൺ അടിക്കുക എന്നുള്ളതാണ് ബാറ്റ്സ്മാന്റെ എയിം. ഓക്കെ, വെറുതെ റൺ അടിച്ചാൽ പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് റൺ അടിക്കണം എല്ലാ മാച്ചിലും, അല്ലെ? എല്ലാ മാച്ചിലും റൺ അടിക്കണം, കൺസിസ്റ്റന്റ് ആയിട്ട് സ്കോർ ചെയ്യണം. അപ്പൊ അവൻ ഔട്ടായിട്ട് പവലിയനിൽ പോയിരുന്നാൽ അല്ലെ ബാക്ക് ബെഞ്ചിൽ പോയിരുന്നാൽ അവനത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം ആ കൺസിസ്റ്റന്റ് ആയിട്ട് സ്കോർ ചെയ്യുന്നതിനാണ് നമ്മൾ ബാക്കി കോൺസെൻട്രേഷനും ടെക്നിക്കും പറഞ്ഞിട്ടുണ്ട്. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ കോൺസെൻട്രേഷനും ടെക്നിക്കും. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കോൺസെൻട്രേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ബാറ്റിംഗിൽ എന്താണ് കോൺസെൻട്രേറ്റ്, നമ്മൾ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ബാറ്റിംഗിൽ? നമുക്കറിയാം, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ബോളിനെയാണ്. ഓക്കെ, വരുന്ന ബോളിനെയാണ് നമ്മൾ ബാറ്റ്സ്മാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കേണ്ടത്. അപ്പം ഫ്രം വെയർ ടു വെയർ, എവിടം തൊട്ട് എവിടം വരെയാണ് ഒരു ബാറ്റ്സ്മാൻ ബോളിനെ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യേണ്ടത്? അത് നമുക്ക് ക്ലിയർ ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. നമുക്ക് എപ്പോഴും ബോൾ വാച്ച് ചെയ്യേണ്ടത് ബോളേഴ്സിന് ഡെലിവറി സൈഡിൽ ബോൾ റിലീസ് ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ, ബോൾ റിലീസ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ട്. ആ ബോൾ റിലീസ് ചെയ്യുന്ന ടൈം തൊട്ട് നമ്മൾ ബാറ്റിൽ വന്ന് ബോൾ ഇമ്പാക്ട് ചെയ്യുന്ന ടൈം ഉണ്ട്. ഏത് ഷോട്ടാണ് അവൻ കളിക്കുന്നത്, ഏത് ഷോട്ടാണെങ്കിലും ആ ബോള് വന്ന് ബാറ്റിൽ ഇമ്പാക്ട് ചെയ്യുന്ന ടൈമിൽ വരെ ആ ബാറ്റ്സ്മാൻ മസ്റ്റ് ആയിട്ട്
ബോള് ക്ലിയർ ആയിട്ട് വായിച്ചു തരികയാണ്. അതാണ് ഫൈൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അത്ര അവന് കാണാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പോ ആ കോൺസെൻട്രേഷൻ വരുന്നതിന് വേണ്ടി പലതരം ഡ്രിൽസുകളുണ്ട്. നമുക്ക് അവരുടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള പലതരം ഡ്രിൽസുകൾക്കുണ്ട്. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഡ്രിൽസ്. ജഗ്ലിംഗ് ദ ബോൾ, നിങ്ങളെല്ലാം കണ്ടല്ലോ, ജഗ്ലിംഗ് ദ ബോൾ. 3 ബോൾ ഇട്ടിട്ട് ബോൾ ജഗിൾ ചെയ്യുന്നത്. അതുപോലെ വോൾ ക്യാച്ച്, വോളിലോട്ട് ബോൾ ത്രോ ചെയ്തിട്ട് റിട്ടേൺ ക്യാച്ച് എടുക്കുന്നത്. അതെല്ലാം അത് ഈ കോൺസെൻട്രേഷൻ കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് ടെക്നിക്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് ടെക്നിക്. ഇനി വരുന്ന ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടെക്നിക്കിനെ കുറിച്ചായിരിക്കും. ഓക്കെ, നമുക്കറിയാം എല്ലാ പ്ലേയേഴ്സിനും എല്ലാ ഷോട്ടുകളും കളിക്കാനായിട്ട് സാധ്യമല്ല. പക്ഷെ മിക്ക പ്ലേയേഴ്സിനും 1 or 2 ഷോട്ടുകൾ അവർ മാസ്റ്റർ ആയി. അതുപോലെ തന്നെ അവർക്ക് എല്ലാ പ്ലേയേഴ്സിനും ഒരു വീക്കർ പോയിന്റ് ഉണ്ടായി. അപ്പോൾ വീക്കർ സൈഡ് അവർക്ക് ഗാർഡ് ചെയ്യാൻ, പ്രൊട്ടക്ട് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റണം. അതിന് നല്ല ടെക്നിക് ഉണ്ടെങ്കിൽ മാത്രമേ ആ വീക്കർ സൈഡിന് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് എപ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കണം. അപ്പൊ വീക്കർ സൈഡിൽ നിന്ന് നമുക്കറിയാം നല്ലൊരു ടെക്നിക് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ബൗൺസി വിക്കറ്റിൽ നല്ലൊരു ടെക്നിക് ഉള്ള ബാറ്റ്സ്മാന് മാത്രമേ സർവൈവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു ഡേയ്സ് മാച്ചിലൊക്കെ ഒരു 2 ദിവസം കഴിയുമ്പോൾ നല്ല ട്രാക്ക് നന്നായിട്ട് ടേൺ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ആ ടേണിംഗ് ട്രാക്കിൽ നന്നായിട്ടൊരു ബാറ്റ്സ്മാന് ബാറ്റ് ചെയ്യണമെങ്കിൽ അവന്റെ ടെക്നിക്ക് പക്ക ആണെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ആ ടെക്നിക്ക് എത്ര ഇമ്പോർട്ടൻസ് ആണെന്ന് നമുക്ക് ഇപ്പൊ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. അപ്പൊ നമുക്ക് ടെക്നിക്ക് ഇമ്പാർട്ട് ചെയ്യുന്ന ഈ ഒരു ചെറിയ ഏജ്, നമ്മൾ ചെറിയ കുട്ടികളെയാണ് ഫസ്റ്റ് പഠിപ്പിക്കാനായിട്ട് നമ്മൾ പോകുന്നത്. അല്ലെ, നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നത് ചെറിയ കുട്ടികളെയാണ്. അപ്പം ബേസിക്സിൽ അവരെ കാര്യങ്ങൾ പക്കായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ അവർ മുമ്പോട്ട് ചെല്ലുമ്പോൾ കറക്റ്റ് ആയിട്ട് പോകുന്നത്. അത് നമ്മുടെ രാജഗോപാൽ സാർ റോൾ ഓഫ് കോച്ചിൽ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നു നമുക്ക്. ഓക്കെ, ഇപ്പൊ ഈവൻ സച്ചിൻ ആയിക്കോട്ടെ, വിരാട് കോഹ്ലി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഏത് വലിയ പ്ലെയർ ആണെങ്കിലും അവർക്കൊരു മിസ്റ്റേക്ക് വന്നാൽ ബാക്ക് ടു ബേസിക്സിലാണ് പിന്നെയും വന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ബേസിക്സ് എത്ര കണ്ട് ഇമ്പോർട്ടൻസ് ആണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പൊ ആ ബേസിക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ബാറ്റിംഗ് ഫണ്ടമെന്റൽസ്, ഒരു ബേസിക് സെറ്റപ്പ് ആണ് ഫസ്റ്റ് വൺ. ദെൻ വെർട്ടിക്കൽ ബാറ്റ് സ്ട്രോക്സ്, ഹൊറിസോണ്ടൽ ബാറ്റ് സ്ട്രോക്ക്. ബാറ്റിംഗ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവന് ചെയ്യേണ്ട, ബാറ്റ് ചെയ്യുന്നതിന് മുമ്പ് ബേസിക്കലി അവൻ ചെയ്യേണ്ട 1-2 കാര്യങ്ങളാണ് ബേസിക് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. ഈ ക്രിക്കറ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം വെർട്ടിക്കൽ ബാറ്റ് സ്ട്രോക്ക് ഉണ്ട്, ഹൊറിസോണ്ടൽ ബാറ്റ് സ്ട്രോക്ക് ഉണ്ട്. ക്രിക്കറ്റിൽ there are 2 types of strokes, vertical bat strokes and horizontal bat strokes. ഓക്കെ, ദെൻ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഒരു നോട്ട്ബുക്കോ പെന്നോ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു വയ്ക്കുക. നമ്മൾ ഈ സൈഡിനകത്ത് ഇല്ലാത്ത 1-2 പോയിന്റ്സ് നമ്മൾ പറയും. അപ്പൊ നിങ്ങളതൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ബാറ്റിംഗ് സെറ്റപ്പ്. ബാറ്റിംഗ് ബേസിക് സെറ്റപ്പ് ആണ്. അപ്പം ഗ്രിപ്പ്, എന്താണ് ഗ്രിപ്പ്? ഹൗ ടു ഹോൾഡ് ദ ബാറ്റ്. ബാറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ബാറ്റ് നമ്മൾ പിടിക്കണം, അതാണ് ഗ്രിപ്പ്. ദെൻ സ്റ്റാൻസ്, ഹൗ ടു സ്റ്റാൻഡ് ഓൺ ക്രീസ്. ക്രീസിൽ എങ്ങനെയാണ് ഒരു ബോള് ഫേസ് ചെയ്യുന്നതിന് നമ്മൾ നിൽക്കുന്നത്. ദെൻ ബാക്ക് ലിഫ്റ്റ്, ഇനിഷ്യൽ പ്രിപ്പറേഷൻ ഫോർ ഹിറ്റിംഗ് ദ ബോൾ. നമ്മള് ബോൾ ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഇനിഷ്യൽ പ്രിപ്പറേഷൻ ആണ് ബാക്ക് ലിഫ്റ്റ്. ദെൻ ഡൗൺ സ്വിംഗ്, ബാക്ക് ലിഫ്റ്റിന് ശേഷം ഡൗൺ സ്വിംഗ് ക്ലിയർ ആയിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ബോളും ബാറ്റുമായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നത്. അപ്പം ഈ 4 പോയിന്റ്സിലാണ് ബാറ്റിംഗിന്റെ ബേസിക് സെറ്റപ്പ്. അപ്പൊ ഈ 4 പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് എഫക്റ്റീവ് ആയിട്ട് ഒരു ബോളിന് നമുക്ക് കളിക്കാൻ നമുക്ക് റെഡി ആയിട്ട് നിൽക്കാം. ഓക്കെ, ദെൻ ഗ്രിപ്പിനെ കുറിച്ച് എപ്പോഴാണ് ഗ്രിപ്പിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാം. വെൻ വിൽ യു ടേക്ക് ഗ്രിപ്പ്? കുട്ടികൾ നമ്മൾ ചോദിച്ചാൽ അറിയാം അവരോട് നിങ്ങൾ എപ്പോഴാണ് ഗ്രിപ്പ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബാറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫസ്റ്റ് നമ്മൾ ഗ്രിപ്പാണ്, ബാറ്റ് എങ്ങനെ പിടിക്കും അതാണ് നമ്മൾ പറയുന്നത്. എന്തിനാണ് നമ്മൾ പ്രോപ്പർ ഗ്രിപ്പ് എടുക്കുന്നുള്ളത് നമ്മളും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോഴും നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തിനാണ് ബേസിക് ഗ്രിപ്പ് നമ്മൾ എടുക്കുന്നത്? നമുക്കറിയാം ഗ്രൗണ്ടിന്റെ എല്ലാ സൈഡിലോട്ടും വൈഡ് റേഞ്ച് ഓഫ് ഷോട്ട്സ്, ഗ്രൗണ്ടിന്റെ എല്ലാ സൈഡിലോട്ടും നമുക്ക് കളിക്കാനായിട്ട് സാധിക്കണം. പ്രോപ്പർ ഗ്രിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രൗണ്ടിന്റെ എല്ലാ സൈഡിലോട്ടും, ഫീൽഡിന്റെ എല്ലാ സൈഡിലോട്ടും നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കണം. അതിനുശേഷം നമ്മളിത് കുട്ടികളെ ഒന്ന് ഫസ്റ്റ് നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യണം. ഇതാണ് ഗ്രിപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ ഇൻസ്ട്രക്ട് ഡെമോ ചെയ്യണം. ഓക്കെ, അപ്പൊ ആ ഡെമോ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഒരു 3-4 പോയിന്റ്സിൽ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ റോൾ ഓഫ് എ കോച്ചിൽ പറഞ്ഞ ക്വിസ് പ്രിൻസിപ്പിൾ, കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ. നമ്മൾ 2-3 പോയിന്റ്സ് അവർക്ക് പറഞ്ഞു കൊടുത്താൽ
മതിയാവും. നമ്മളെല്ലാം കൂടെ അവരെ വലിച്ചുവാരി പറഞ്ഞ് അവരെ കൺഫ്യൂസ്ഡ് ആക്കേണ്ട ആവശ്യവും ഇല്ല. അപ്പൊ ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ ഗ്രിപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് പോയിന്റ്, ബോത്ത് ഹാൻഡ്സ് ടുഗദർ മിഡിൽ ഓഫ് ദ ഹാൻഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രണ്ട് കൈയും ഹാൻഡിലിന്റെ മിഡിലായിരിക്കണം. ദെൻ രണ്ട് കൈയും ചേർന്നിരിക്കണം. ആക്ട് എസ് എ സിംഗിൾ ലിവർ. ഒരു ലിവർ പോലെ തന്നെ, സിംഗിൾ ലിവർ പോലെ തന്നെ ഹാൻഡിലിന്റെ മിഡില് രണ്ട് കൈയും ചേർന്നിരിക്കണം ഗ്രിപ്പ് എടുക്കും. ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് ഗ്രിപ്പ് എങ്ങനെ മിഡില് എങ്ങനെ പിടിക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ. ദെൻ ടോപ്പ് ഹാൻഡ് ഗൈഡ്സ് കൺട്രോൾസ്, ബോട്ട് ഹാൻഡ് പ്രൊവൈഡ്സ് പവർ. ഫോർ എ റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ, ഒരു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാന്റെ ബേസിൽ തന്നെ ഞാൻ പറയുന്നത്. റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാന്റെ റൈറ്റ് ഹാൻഡ് ബോട്ട് ഹാൻഡ് എന്നും ലെഫ്റ്റ് ഹാൻഡ് ടോപ്പ് ഹാൻഡ് എന്നും പറയും. അത് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്താണ് ടോപ്പ് ഹാൻഡ്, എന്താണ് ബോട്ട് ഹാൻഡ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. ചിലർക്ക് അറിയില്ല. നമ്മൾ ഫസ്റ്റ് ടോപ്പ് ഹാൻഡ് ഗൈഡ്സ് കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. അപ്പോൾ നമ്മളത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇപ്പൊ ടോപ്പ് ഹാൻഡ് ഗൈഡ്സ് കൺട്രോൾസ്, ബാറ്റിന്റെ ഫുൾ ഷോട്ട് കളിക്കുന്നതിൽ ബാറ്റിന്റെ ഫുൾ കൺട്രോള് ടോപ്പ് ഹാൻഡ് ആയിരിക്കും. ദെൻ ബോട്ട് ഹാൻഡിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അത് ബോട്ട് ഹാൻഡ് പ്രൊവൈഡ്സ് പവർ ജനറേറ്റ് ചെയ്യുന്നതിനാണ് ബോട്ട് ഹാൻഡ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് പറയുന്നത് ടോപ്പ് ഹാൻഡ് ഗൈഡ്സ് കൺട്രോൾസ് ആൻഡ് ബോട്ട് ഹാൻഡ് പ്രൊവൈഡ്സ് പവർ. ദെൻ ടോപ്പ് ഹാൻഡ് വി ബിറ്റ്വീൻ സ്പ്ലൈസ് ആൻഡ് ഔട്ടർ എഡ്ജ്. ഓക്കെ. ഇപ്പം സ്പ്ലൈസ് എന്താണെന്ന് ഫസ്റ്റ് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലായില്ല. അതിനു മുമ്പാണ്, അതാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ തന്നെ, ബാറ്റിന്റെ പാർട്സ് എന്താണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പം വി എന്താണെന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. വി ഈസ് ഫോംഡ് ബൈ തംബ് ആൻഡ് ഇൻഡെക്സ് ഫിംഗർ. ഓക്കെ. തമ്പും നമ്മുടെ വലിയ വിരലും ചൂണ്ടുവിരലും ചേരുന്ന ഒരു ഭാഗം അതിന്റെ മിഡിൽ പോർഷൻ ഉണ്ടല്ലോ, ആ മിഡിൽ പോർഷന് വീഴ്സിന്റെ മിഡിൽ എന്ന് പറയും. അതിനെ വി പോലെയാണ് നമ്മുടെ തമ്പും ഇൻഡെക്സ് ഫിംഗറോട് നീളത്തിൽ പിടിച്ച് നമ്മൾ ഫീൽ ചെയ്യുന്നത്, വി പോലെ തന്നെ. അത് നമ്മൾ കുട്ടികളെ കാണിക്കും, വി എന്താണെന്ന് കുട്ടികളെ കാണിക്കും. ആ വീസിന്റെ മിഡില് ഇൻ ബിറ്റ്വീൻ സ്പ്ലൈസ് ആൻഡ് ഔട്ടർ എഡ്ജ്, അതിന്റെ ഒരു മിഡിൽ പോർഷനിൽ നിന്ന് ഒരു ലൈൻ വരച്ചാൽ ഔട്ടർ എഡ്ജിന്റെയും അതുപോലെ തന്നെ സ്പ്ലൈസിന്റെയും ഇടയിലോട്ട് പോയിന്റ് ചെയ്തിരിക്കും. നെക്സ്റ്റ് ഒരു പിക്ചർ ഉണ്ട്, അതിൽ നിങ്ങളെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ദെൻ ബോട്ട് ഹാൻഡ് വി ഓൺ സ്പ്ലൈസ് ഓർ ഓഫ് ദ സ്പ്ലൈസ്. ബോട്ട് ഹാൻഡിന്റെ വീസിന്റെ ആ മിഡിൽ പോർഷനിൽ നിന്ന് ലൈൻ വരച്ചാൽ അത് സ്പ്ലൈസിന്റെ നേരെയോ, സ്പ്ലൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബാറ്റിന്റെ ആ ബൾജ് ബാക്കിൽ ആ ബൾജ് ഇരിക്കുന്ന ആ ഏരിയയാണ് നമ്മൾ സ്പ്ലൈസ് എന്ന് പറയുന്നത്. അപ്പം ബോട്ട് ഹാൻഡിന്റെ വീസ് ആ സ്പ്ലൈസിന് നേരെയോ ജസ്റ്റ് ഓഫ് ദ സ്പ്ലൈസ്. ജസ്റ്റ് ഓഫ് ദ സ്പ്ലൈസ് എന്ന് പറഞ്ഞാൽ ഇന്നർ എഡ്ജിലോട്ടാകരുത്, ഔട്ടർ എഡ്ജിലോട്ട് ക്ലോസ് ആയിട്ടായിരിക്കണം ഓഫ് ദ സ്പ്ലൈസ് എന്ന് പറയുമ്പോൾ വരുന്നത്, ബാക്കിലോട്ടാകരുത്. ഓക്കെ. അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. ബോട്ട് ഹാൻഡ് വി ഓൺ സ്പ്ലൈസ് ഓർ ഓഫ് ദ സ്പ്ലൈസ്. നെക്സ്റ്റ് ഞാൻ പിക്ചർ കാണിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാവും. ഈ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും വീസ് എന്താണ്. വീസ് ഫോംഡ് ബൈ തംബ് ആൻഡ് ഇൻഡെക്സ് ഫിംഗർ. ഒരു ലൈൻ വലിച്ചിരിക്കുന്നുണ്ടോ, ടോപ്പ് ആൻഡ് വി ആണ് ഫസ്റ്റ് പിടിച്ചിരിക്കുന്നത്. ഓക്കെ. ലെഫ്റ്റ് ഹാൻഡ് ആണ് പിടിച്ചിരിക്കുന്നത്. ആ ടോപ്പ് ആൻഡ് വി എന്ന് ഒരു ലൈൻ വരച്ചാൽ ഔട്ടർ എഡ്ജിനും സ്പ്ലൈസിനും ഇടയിലായിരിക്കും. ഓക്കെ. ലൈൻ വരച്ചിരിക്കുന്നുണ്ടല്ലോ എല്ലാവരും. അപ്പൊ ഇതായിരിക്കും ടോപ്പ് ആൻഡ് വി. വീസ് പോയിന്റിംഗ് ബിറ്റ്വീൻ സ്പ്ലൈസ് ആൻഡ് ലീഡിംഗ് എഡ്ജ്. ലീഡിംഗ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഔട്ടർ എഡ്ജ് ആണ് ലീഡിംഗ് എഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദെൻ ബോട്ട് ഹാൻഡ് സ്പ്ലൈസിനോട് നേരെയോ ജസ്റ്റ് ഓഫ് ദ സ്പ്ലൈസ്, സ്പ്ലൈസിന് ജസ്റ്റ് അകത്തോ ആകാം. ഓക്കെ. ഇതാണ് ബോട്ട് ഹാൻഡും ടോപ്പ് ഹാൻഡിന്റെ വീസും. ഓക്കെ. അപ്പൊ ഇതാണ്. അപ്പൊ നമ്മൾ ഇതിനെ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുവാണ്. വിത്ത് ബോത്ത് ഹാൻഡ്സ്. ഒരു ഗ്രൗണ്ടിൽ ഒരു ബാറ്റ് വെച്ചാൽ രണ്ട് കൈ കൊണ്ടും ബാറ്റ് എടുക്കുക. അതിന്റെ ഹാൻഡ്സ് ക്ലോസ് ടുഗദർ ആയിരിക്കണം, രണ്ട് കൈയും ചേർന്നിരിക്കണം. അതുപോലെ തന്നെ ഹാൻഡിലിന്റെ മിഡിലായിരിക്കണം നമ്മൾ രണ്ട് കൈയും പിടിക്കേണ്ടത്. കുട്ടികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രത്യേകം പറയണം, ഹാൻഡിലിന്റെ മിഡിലായിരിക്കണം രണ്ട് കൈയും പിടിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം. ദെൻ വീസ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. വീസ് ഫോംഡ് ബൈ ഇൻഡെക്സ് ഫിംഗർ ആൻഡ് തംബ്. ഓക്കെ. ദെൻ ടോപ്പ് ഹാൻഡ് എന്താണ്, ബോട്ട് ഹാൻഡ് എന്നാണ് കുട്ടികളോട് പറഞ്ഞിരിക്കണം. ടോപ്പ് ഹാൻഡിന്റെ വീസ് എങ്ങോട്ട് പോയിന്റ് ചെയ്യണം, എങ്ങോട്ടാ പോയിന്റ് ചെയ്യേണ്ടത്, ഔട്ടർ എഡ്ജിന്റെയും സ്പ്ലൈസിന്റെയും ഇടയിലോട്ടായിരിക്കണം പോയിന്റ് ചെയ്തിരിക്കേണ്ടത്. ദെൻ ബോട്ട് ഹാൻഡ് വീസ് പോയിന്റിംഗ് ഇൻ ബിറ്റ്വീൻ പോയിന്റിംഗ് ടു സ്പ്ലൈസ് ഓർ ഓഫ് ദ സ്പ്ലൈസ്. സ്പ്ലൈസിന് നേരെയോ ജസ്റ്റ് സ്പ്ലൈസിന്റെ അകത്തോ ആകാം. ഇതാണ് ബേസിക് ഗ്രിപ്പ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പോകുന്ന ബാറ്റിംഗ് സ്റ്റാൻസ്. ഹൗ ടു സ്റ്റാൻഡ് ഓൺ ക്രീസ്. നമുക്ക്
ബോൾ എറിയുന്നതിന് മുമ്പ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നമ്മൾ നിൽക്കണം. ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ നമുക്ക് നിൽക്കണം. അതിനാണ് നമ്മൾ സ്റ്റാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അറിയാം ഒരു ഷോട്ട് അടിക്കാൻ മിനിമൽ മൂവ്മെന്റ്സിൽ നല്ലൊരു ഷോട്ട് അടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്പൊ അതാണ് ബേസിക് സ്റ്റാൻസ് എന്ന് പറയുന്നത്. ബേസിക് സ്റ്റാൻസിൽ നമുക്ക് അതിന് തന്നെ പറ്റില്ല, ഒരു ബാറ്റ്സ്മാൻ ക്രീസിൽ വരുന്ന ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത്, അപ്പൊ അതിനെ കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഗാർഡ് എടുക്കും അല്ലെ. ഗാർഡ് 3 ടൈപ്സ് ഓഫ് ഗാർഡ് ഉണ്ട്. 3 ടൈപ്സ് അല്ല, ബേസിക്കലി 3 ടൈപ്സ് ആണ് ഗാർഡ് ഉള്ളത്. ലെഗ് സ്റ്റംപ് ഗാർഡ്, ഇൻ ബിറ്റ്വീൻ ലെഗ് ആൻഡ് മിഡിൽ, ദെൻ മിഡിൽ സ്റ്റംപ് ഗാർഡ്. ബേസിക്കലി നമ്മളൊരു ബിഗിനറിനെ നമ്മൾ മിഡിൽ സ്റ്റംപ് ഗാർഡ് എടുത്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം ഗാർഡ് എടുക്കുക എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഗാർഡ് എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യവും നിങ്ങൾക്ക് എല്ലാവരും പ്ലേയേഴ്സ് ആണ്, എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പം ഗാർഡ് എടുത്ത് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട് അല്ലെ. ആ ലൈനിലാണ് നമ്മൾ സ്റ്റാൻസ് നിൽക്കുന്നത്. ബേസിക്കലി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ബാക്ക് ഫുട്ട് പോപ്പിംഗ് ക്രീസിന്റെ അകത്തും ഫ്രണ്ട് ഫുട്ട് പോപ്പിംഗ് ക്രീസിന്റെ വെളിയിലും വരത്തക്ക രീതിയിലാണ് നമ്മൾ സ്റ്റാൻസ് കുട്ടികളെ ഫസ്റ്റ് നമ്മൾ നിർത്തേണ്ടത്. അപ്പൊ നമുക്ക് ബേസിക്കലി ഗാർഡ് എടുത്ത് ഒരു ലൈൻ വരച്ചു അല്ലെ. ഒരു ലൈൻ വരച്ചു. ഇപ്പൊ ലെഗ് സ്റ്റംപ് ആണ് ലെഗ് സ്റ്റംപ്, മിഡിൽ സ്റ്റംപ് ആണ് മിഡിൽ സ്റ്റംപ്. മിഡിൽ സ്റ്റംപ് ലൈനിൽ ഒരു ലൈൻ വരച്ചു. ദെൻ ബോത്ത് ടോസ് ആർ സെയിം ലൈൻ. ആ ലൈനിൽ നമ്മുടെ 2 ഫീറ്റിന്റെ ടോസ് സെയിം ലൈനിൽ വെക്കുക. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഫീറ്റ് അപ്രോക്സിമേറ്റ്ലി ഷോൾഡർ വിഡ്ത്ത് ഗ്യാപ്പ്. നമ്മുടെ 2 ഫീറ്റിന്റെ പറഞ്ഞല്ലോ, ബാക്ക് ഒന്ന് ക്രീസിനകത്തിരിക്കുന്ന ബാക്ക് ഫുട്ടും ക്രീസിന്റെ ഫ്രണ്ടിൽ ഫ്രണ്ട് ഫുട്ടും. അപ്പൊ ആ 2 ഫീറ്റും തമ്മിലുള്ള ഡിഫറൻസ്, അതിനകത്തുള്ള ഡിസ്റ്റൻസ്, ഫീറ്റ് നമ്മുടെ ഷോൾഡർ എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ ആ ഷോൾഡർ വിത്ത് ഗ്യാപ്പ് ആയിരിക്കണം ഇൻ ബിറ്റ്വീൻ ഫീറ്റില്. അത് നമ്മൾ ഫസ്റ്റ് ഷോൾഡർ. നെക്സ്റ്റ് ഒരു പിക്ചർ ഉണ്ട്, ആ പിക്ചർ നിങ്ങളെ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാം. ഫീറ്റ് അപ്രോക്സിമേറ്റ്ലി ഷോൾഡർ വിഡ്ത്ത് ഗ്യാപ്പ്. Weight should be evenly distributed on the balls of the feet. Okay, weight നമ്മൾ 2 കാലിലും ഒരുപോലെ വെയിറ്റ് കൊടുക്കണം. അപ്പൊ നമ്മുടെ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയണ്ട, അപ്പർ ബോഡി 20 kg ആണെങ്കിൽ ബാക്ക് ഫുട്ടിൽ 10 kg ആയിരിക്കണം, ഫ്രണ്ട് ഫുട്ടിലും 10 kg ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ഈക്വൽ ആയിട്ട് വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഓൺ ബോൾസ് ഓഫ് ദ ഫീറ്റ്. നമ്മള് ബോൾസ് ഓഫ് ദ ഫീറ്റ് എന്ന് പറയുമ്പോൾ ചില കുട്ടികൾക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ നമ്മൾ എന്താണ് ബോൾസ് ഓഫ് ദ ഫീറ്റ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. നമുക്കറിയാം നമ്മുടെ ഫീറ്റിലെ തള്ളവിരലിന്റെ ആ ഭാഗത്ത് ഒരു ബൾജിരിക്കുന്ന ഭാഗം, ഒരു മുഴ പോലെ ഉണ്ട്, ഒരു എല്ലാണ്, ഒരു ബോണാണത്. ആ മുകളിൽ പിടിച്ചിരിക്കുന്ന ആ ഒരു ഏരിയ, അത് പിടിച്ചത് കുറച്ച് ബൾജിരിക്കും. ആ ഫീറ്റിനകത്തെ ആ ഒരു ഏരിയക്കാണ് നമ്മൾ ബോൾസ് ഓഫ് ദ ഫീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് കുട്ടികൾക്ക് ക്ലിയർ ആയിട്ട് പറയണം എന്താണ് ബോൾസ് ഓഫ് ദ ഫീറ്റ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. ദെൻ നീ ഷുഡ് ബി സ്ലൈറ്റ്ലി ഫ്ലെക്സ്ഡ്. ഓക്കെ, നീസ് സ്ലൈറ്റ് ആയിട്ട് ഫ്ലെക്സ് ചെയ്യണം. ഓക്കെ, ദെൻ ഫ്രണ്ട് ഷോൾഡർ ഫേസിങ് ഓപ്പോസിറ്റ് സ്റ്റംപ് ഓർ അമ്പയർ. ഫ്രണ്ട് ഷോൾഡർ ഇവിടെ അമ്പയറിനെയോ ഓപ്പോസിറ്റ് സ്റ്റംപിനെയോ ഫേസ് ചെയ്ത് ഇരിക്കണം. ഓക്കെ, ദെൻ ഐസ് ലെവൽ ടു ഗെറ്റ് ക്ലിയർ വ്യൂ ഓഫ് ബോൾ. ഐസ് ലെവൽ ആയിരിക്കണം. ഓക്കെ, ലെവൽ ഇപ്പൊ ഈ ഫോട്ടോയിൽ തന്നെയാണ് ഐസ് ഇത്ര ലെവൽ ആയിട്ടാണ് ഇരിക്കുന്നത്, ചെരിഞ്ഞിരിക്കാൻ പാടില്ല, ഐസ് ലെവൽ ആയിരിക്കണം. എന്തിനാണ്? ടു ഗെറ്റ് എ ക്ലിയർ വ്യൂ ഓഫ് ദ ബോൾ. ഹെഡ് അബ്സല്യൂട്ട്ലി സ്റ്റിൽ ലൈക്ക് എ ക്യാമറ. ഓക്കെ, നമ്മുടെ ഒരു ഫോട്ടോ എടുക്കാൻ ക്യാമറ എങ്ങനെ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വേണം നമ്മുടെ ഹെഡ് ഇരിക്കാനായിട്ട്. അത്ര സ്റ്റില്ലായിരിക്കണം. നമ്മള് എന്തിന്റെ ഫോട്ടോ ആണ് എടുക്കാൻ പോകുന്നത് കുട്ടികൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അവർ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്തിന്റെ ഫോട്ടോ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ബോളിന്റെ ക്ലിയർ പിക്ചർ ആണ് നമ്മൾ എടുക്കുന്നത്. ഓരോ പൊസിഷനിലും ബോളേഴ്സ് ഹാൻഡ്സ് ടു ബാറ്റ് ഫേസ്, അതുവരെയാണ് ബാറ്റ്സ്മാൻ ബോള് വാച്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് ക്ലിയർ ആയിട്ട് കുട്ടികൾക്ക് എന്തിനാണ് ഇങ്ങനെ സ്റ്റില്ലായിരിക്കണം എന്നുള്ളത് കുട്ടികൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പിക്ചർ കാണിച്ച് കുറച്ചുകൂടെ അത് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതാണ് സ്റ്റാൻസ്. ഒരു പാരലൽ ലൈൻസ് നമ്മൾ ഇതിനകത്ത് വരച്ചിട്ടുണ്ട്. അപ്പൊ ഫീറ്റ് ഷോൾഡർ വിഡ്ത്ത് അപ്പാർട്ട് എന്നുള്ളതാണ് ഇവിടെ പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഷോൾഡറിന്റെ എത്ര ലെങ്ത് ഉണ്ടോ അതനുസരിച്ച് ഫീറ്റ് വെക്കണം. ഓക്കെ, വെയിറ്റ് ഓൺ ബോൾസ് ഓഫ് ദ ഫീറ്റ് പറഞ്ഞുണ്ട്. വെയിറ്റ് ആ ടോസിലും അല്ല വരണ്ട്, ഹീലിലും അല്ല വരണ്ട്. ഓക്കെ, ബോൾസ് അതിന്റെ ടോയുടെ ജസ്റ്റ് ബാക്കി ഭാഗമാണ് ബോൾസ് ഓഫ് ദ ഫീറ്റ് എന്നത്. അവിടാണ് നമ്മൾ വെയിറ്റ് കൊടുക്കുന്നത്. എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഈസി മൂവ്മെന്റ്സ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോൾസ് ഓഫ് ദ ഫീറ്റിൽ വെയിറ്റ് കൊടുക്കുന്നത്. നീസ് ഷുഡ് ബി സ്ലൈറ്റ്ലി ഫ്ലെക്സ്ഡ്. ഓക്കെ, എന്തിനാണ്? വെയിറ്റ് ഈക്വൽ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നീസ് സ്ലൈറ്റ് ആയിട്ട് ഫ്ലെക്സ് ചെയ്യുന്നത്. പിക്ചറിൽ കാണുന്ന ഷോൾഡർ ഷുഡ് ബി പോയിന്റിങ് ടുവേർഡ്സ് ദ സ്റ്റംപ്, ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ സ്റ്റംപ്. ഹെഡ് സ്റ്റില്ലാണ്, ഐസ് ലെവലാണ്. വൺ തിങ് എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്യുവാണ്. ബാറ്റിന്റെ പൊസിഷൻ, ബാറ്റ് എവിടെയാണ് വെച്ചിരിക്കുന്നത്?
ബാറ്റ് റെസ്റ്റ്. ബാറ്റ് എവിടെ വെച്ചിരിക്കുന്നത്? ഓക്കെ, ബാറ്റിന്റെ ബോട്ടം വന്നിട്ട് ബാക്ക് ഫുട്ട് ടോ ഉണ്ടോ? ബാക്ക് ഫുട്ട് ടോയിന്റെ ജസ്റ്റ് ബാക്കിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടോപ്പ് ഹാൻഡ് എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? ബാറ്റ്സ്മാന്റെ ഫ്രണ്ട് ഫുട്ട് ഇന്നർ തൈ മസിൽസിലാണ് ബാറ്റ് റെസ്റ്റ് ചെയ്യുന്നത്, അല്ലെ ടോപ്പ് ഹാൻഡ് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് എക്സ്ട്രാ പോയിന്റ് ആഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യുക ആ പോയിന്റ്സ്, കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ബാറ്റ് പ്ലേസ് ജസ്റ്റ് ബാക്ക് ഫുട്ട് ലിറ്റിൽ ടോ, ദെൻ ടോപ്പ് ഹാൻഡ് റെസ്റ്റ് ഓൺ ഫ്രണ്ട് ഫുട്ട് ഇന്നർ തൈ മസിൽസ്. ക്ലിയർ ആണല്ലോ ഈ പിക്ചർ? ഈ പിക്ചറിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. സി, ഫ്രണ്ട് വ്യൂ ആണ് ഇതിന്റെ. അതിന്റെ ഒരു ആർക്ക് കൊടുത്തിട്ടുണ്ട്, നീസ് ഫ്ലെക്സ് ചെയ്തിട്ടുണ്ട്, ടോപ്പ് ആൻഡ് എൽബോ റൗണ്ട് ചെയ്തിട്ടുണ്ട്, ടോപ്പ് ആൻഡ് എൽബോ സ്ട്രൈറ്റ് ആയിരിക്കണം. ദെൻ ഷോൾഡർ പോയിന്റ് ചെയ്തിരിക്കുന്നത് ഷോൾഡർ ടുവേർഡ്സ് ദ സ്റ്റംപ്. ഓക്കെ, ഹെഡ് അബ്സല്യൂട്ട്ലി സ്റ്റിൽ ആൻഡ് ഐസ് ലെവൽ. ഓക്കെ, ബാറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നുണ്ടല്ലോ ബാക്ക് ഫുട്ടോടെ ജസ്റ്റ് ബാക്കിലാണ്. അതുപോലെ തന്നെ ടോപ്പ് ആൻഡ് റെസ്റ്റ് ഓൺ ഫ്രണ്ട് ഫുട്ട് ഇന്നർ തൈ മസിൽസ്. ഓക്കെ, ഇതാണ് സ്റ്റാൻസ്. Okay, then batting, back lift or down swing. Okay, then നമ്മള് ബോള് ബാറ്റ് ചെയ്യുന്നതിന് മുമ്പ് ബോളർ റൺ. അപ്പൊ വേറൊരു ചോദ്യം കുട്ടികളുടെ സൈഡിൽ വരുന്നത്, എപ്പോഴാണ് നമ്മൾ ബാക്ക് ലിഫ്റ്റ് എടുക്കുന്നത്? നമ്മള് ഒരു ബോളർ അയാളുടെ റണ്ണപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാൽ, അപ്രോച്ചസ് ടു ക്രീസിനോട് അടുക്കാൻ തുടങ്ങിയാൽ, ആ സമയത്ത് നമുക്ക് ബാക്ക് ലിഫ്റ്റ് എടുത്ത് ബെറ്റർ പൊസിഷനിൽ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കും. അതാണ് കുട്ടികളോട് ഫസ്റ്റ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ ആ ടൈമിലാണ് നമ്മൾ ബാക്ക് ലിഫ്റ്റ് എടുക്കുന്നത്. ഓക്കെ, ദെൻ അത് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനിഷ്യേറ്റ് ബാക്ക് ലിഫ്റ്റ് വിത്ത് ടോപ്പ് ഹാൻഡ്. ടോപ്പ് ഹാൻഡ് യൂസ് ചെയ്താണ് നമ്മൾ ബാക്ക് ലിഫ്റ്റ് എടുക്കുന്നത്. ഓക്കെ, ടോപ്പ് ആൻഡ് റിസ്റ്റ് ടു കോക്ക് നാച്ചുറലി. കോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിന്റെ റിസ്റ്റ് നമ്മൾ വെർട്ടിക്കലായിട്ട് മുകളിലോട്ട് പൊക്കുകയും അതുപോലെ താഴ്ത്തുകയും ചെയ്യും. വെർട്ടിക്കലായിട്ട് മേളിലോട്ട് പൊക്കുന്നതിനാണ് നമ്മൾ റിസ്റ്റ് കോക്കിംഗ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ തന്നെ ആയിരിക്കണം. ഓക്കെ, അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. വെർട്ടിക്കൽ തന്നെ ആയിരിക്കണം ബാറ്റ് കോക്ക് ചെയ്യുന്നത്. അപ്പൊ ടോപ്പ് ആൻഡ് റിസ്റ്റ് കോക്ക് നാച്ചുറൽ ആയിട്ട് കോക്ക് ചെയ്യും. ഓക്കെ, ദെൻ ടോ ഓഫ് ദ ബാറ്റ് ഈസ് ക്ലോസ് ടു ബാക്ക് ഷോൾഡർ. ബാറ്റിന്റെ ടോ ഈ പിക്ചറിൽ കാണാം. ബാറ്റിന്റെ ടോ വന്നിട്ട് ബാക്ക് ഷോൾഡറിനോട് ക്ലോസ് ആയിട്ടിരിക്കും. ഓക്കെ, ദെൻ ഹാൻഡ്സ് ക്ലോസ് ടു ദ ബോഡി. ഹാൻഡ്സ് എപ്പോഴും ബോഡിയോട് ക്ലോസ് ആയിട്ട് ഇരിക്കണം. ഓക്കെ, ദെൻ ബോട്ട് ഹാൻഡ്, തം ആൻഡ് ഇൻഡെക്സ് ഫിംഗർ സപ്പോർട്ട് ദ ബാറ്റ്. നമുക്ക് ടോപ്പ് ഹാൻഡ് റിസ്റ്റ് ഫേം ആയിരിക്കും. ടോപ്പ് ഹാൻഡ് എപ്പോഴും ബാറ്റിൽ ഫേം ആയിരിക്കണം. ബോട്ട് ഹാൻഡിന്റെ പാം ഉണ്ടല്ലോ, ബോട്ട് ഹാൻഡിന്റെ പാം ജസ്റ്റ് കം ഓഫ് ദ ഹാൻഡിൽ. നമ്മൾ ഹാൻഡിൽ നിന്ന് പാം എടുക്കുക. അതിന്റെ തമ്പും ഇൻഡെക്സ് ഫിംഗറും മാത്രമാണ് ബാറ്റിൽ പിടിക്കേണ്ടതായിട്ടുള്ളത്. ടോപ്പ് ഹാൻഡ് ഫുള്ള് പിടിക്കുന്നത് ഫേം ആയിരിക്കണം. ഓക്കെ, ദെൻ ദ ബാറ്റ് ഈസ് ലിഫ്റ്റഡ് ബിറ്റ്വീൻ ഓഫ് സ്റ്റംപ് ആൻഡ് സെക്കൻഡ് സ്ലിപ്പ്. ഓക്കെ, ബാറ്റിന്റെ ടോ വന്നിട്ട് എങ്ങോട്ട് പോയിന്റ് ഇരിക്കും? ഇൻ ബിറ്റ്വീൻ ഓഫ് സ്റ്റംപ് ആൻഡ് സെക്കൻഡ് സ്ലിപ്പ്. ഓഫ് സ്റ്റംപിന്റെയും സെക്കൻഡ് സ്ലിപ്പിന്റെയും ഇടയിലോട്ടാണ് ബാറ്റിന്റെ ടോ പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഡൗൺ സ്വിംഗ് ആണ്. നമ്മൾ എപ്പോഴാണ് ഡൗൺ സ്വിംഗ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഡൗൺ സ്വിംഗ് ചെയ്യുന്നത്? നമ്മൾ എപ്പോഴും ഡൗൺ സ്വിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹെഡ് ആൻഡ് ഷോൾഡർ ആണ് ഫ്രണ്ടിലോട്ട് ഫസ്റ്റ് ലീഡ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഡൗൺ സ്വിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫ്രണ്ടിലാണോ അതോ ബാക്ക് ഫുട്ടിലാണോ ഫ്രണ്ട് ഫുട്ടിലാണോ കളിക്കുന്നത്, അതിനനുസരിച്ച് ഫ്രണ്ട് ഫുട്ട് അല്ലെങ്കിൽ ബാക്ക് ഫുട്ട് പ്ലേസ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഡൗൺ സ്വിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഷോട്ട് ഡിസൈഡ് ചെയ്ത് ഫ്രണ്ട് ഫുട്ടോ ബാക്ക് ഫുട്ടോ പ്ലേസ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഡൗൺ സ്വിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും കൂടെ നമ്മൾ കുട്ടികൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഇതാണ് നോർമലി ബാറ്റിങ്ങിന്റെ ബേസിക് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടാകാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യണം. അത് ലാസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഇതാണ് ബാറ്റിങ്ങിന്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ടീച്ചറാ കേക്കാവോ?
ഹലോ കേക്കാം. ഓക്കെ ഓക്കെ. ബേസിക്സ് ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതോ ലാസ്റ്റ് ഉള്ളോ ചേട്ടാ? നമുക്കൊരു 5-10 മിനിറ്റ് കൂടെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് കോച്ചസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഗ്രിപ്പില് സ്റ്റാൻസ് ബാക്ക് ലെഫ്റ്റ് എന്തെങ്കിലും ആഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. കോച്ചസ് ഇത് ബാറ്റിങ്ങിന്റെ സെറ്റപ്പ് ആണ് നമ്മൾ പഠിച്ചത്. ബാറ്റിംഗ് ബേസിക് ആണ്. അപ്പൊ ഇതാണ് മുന്നോട്ട് ഓരോ ഷോട്ട് കളിക്കുമ്പോഴും ഈ സെറ്റപ്പിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. സെറ്റപ്പ് കറക്റ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ടെക്നിക്കലി എന്തെങ്കിലും കറക്ഷൻ വരികയാണെങ്കിൽ എല്ലാ അവസാന സെറ്റപ്പിലേക്കാണ് നമ്മൾ വരേണ്ടത്. അപ്പം ഈ ക്ലാസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ് ആണ് ബാറ്റിങ്ങിനെ സംബന്ധിച്ച്. അപ്പൊ ഇത് നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യം കൂടിയുണ്ട്. അപ്പം എന്തെങ്കിലും സംശയം നിങ്ങളുടെ മനസ്സിൽ ഉയർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാം. ഓക്കെ. ക്വസ്റ്റ്യൻസ് അത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാണ് അല്ലെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ മ്യൂട്ട് മാറ്റിയിട്ട് ചോദിക്കാനും പറ്റും കേട്ടോ. ആരെങ്കിലും ഒന്ന് കൈ പൊക്കിയാൽ കൈ പൊക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കൈ അതിൽ ക്ലിക്ക് ചെയ്താലും മതി. നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റിയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലാതെ ചോദിക്കാം നിങ്ങൾക്ക് കേട്ടോ. ആ ഓപ്ഷൻ തരികയാണ്. പ്ലീസ് ബി ഫ്രീ. ഇതിപ്പോ നിങ്ങൾ ഇതിന്റെ ഒരു തിയറിയാണ് കേട്ടത്. ഓക്കെ. ക്രിക്കറ്റിൽ തിയറി അല്ല നമ്മൾ ചെയ്യേണ്ടത്, പ്രാക്ടിക്കൽ ആയിട്ടാണ് നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളുടെ റൂമിനോ നിങ്ങളുടെ വീട്ടിലൊരു ബാറ്റ് ഉണ്ടെങ്കിൽ ആ ബാറ്റ് പിടിച്ച് നോക്കും. ചിലവർ അത് ഓൾറെഡി ചെയ്യുന്നുണ്ടാവും. ക്യാമറ ഓഫ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംശയങ്ങൾ ഉയരും. ഓക്കെ. അപ്പൊ ആ സംശയങ്ങളാണ് ഞങ്ങൾക്ക് പ്ലീസ് ബി ഫ്രീ. 3 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ. സ്റ്റാൻസ്, ഗ്രിപ്പ്, ബാറ്റിംഗ്. ബേസിക് ബാറ്റിംഗ് ഇവിടെയാണ് തുടങ്ങുന്നത്. ഓൾറൈറ്റ്. സോ any questions? നാളെ ഒരു റിവിഷൻ ഉണ്ടാവുന്നതാണ്. നാളത്തെ ഫസ്റ്റ് ഹാഫ് ആൻ അവർ നമ്മൾ റിവിഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ആ റിവിഷനിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ. ഒരു കൈ സിറിൽ സക്കറിയ കൈ പൊക്കിയിരുന്നു. സിറിൽ പ്ലീസ് ഗോ ഹെഡ് ആൻഡ് ആസ്ക് യുവർ ക്വസ്റ്റ്യൻ. താങ്ക് യു ടിനു സാർ. അരുൺ സാർ, ഒരു ഡൗട്ട് ഉണ്ട്. അതായത് നമ്മൾ ഗ്രിപ്പ് ഹോൾഡ് ചെയ്യുമ്പോൾ ഇൻഡെക്സ് ഫിംഗേഴ്സ് ഷുഡ് ബി ഫേം എന്നല്ലേ സാർ പറഞ്ഞത്? അതായത് പാം റിലീസ് ചെയ്തുകൊണ്ട് ഇൻഡെക്സ് ഫിംഗേഴ്സിലായിരിക്കണം അതിന്റെ 2 ഫിംഗേഴ്സ്. ബാക്ക് ലെഫ്റ്റ് ടൈമിലല്ലേ നമ്മൾ ബാക്ക് ലെഫ്റ്റ് ടൈമില്? അതെ 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 അതെ. യെസ്, അങ്ങനെയാണ് പറഞ്ഞത്. ഹലോ, അതിന് ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ട്. അതായത് പറഞ്ഞു. പാം നമ്മൾ റിലീസ് ചെയ്തുകൊണ്ട് ഇത് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ബാക്ക് സ്വിംഗ് ചെയ്യുമ്പോൾ ബാറ്റ് നമ്മൾ വരുമ്പോഴത്തേക്ക് ആ ഫിംഗേഴ്സ് ശരിക്കും ഫിംഗേഴ്സിലായിരിക്കണം. പാം റിലീസ് ചെയ്തുകൊണ്ട് ഫിംഗേഴ്സിലായിരിക്കണം അല്ലേ? അതെ 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 അതെ. ഓക്കെ. നമ്മള് ഫുൾ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് അതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫുൾ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ ബാറ്റ് ബോട്ട് ഹാൻഡ് യൂസ് ചെയ്ത് നമ്മൾ ബാറ്റ് എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ബാറ്റിന്റെ ടോ വന്നിട്ട് ഫൈനൽ ലെഗിലോട്ട് പോയിന്റ് ചെയ്തിരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ ഡൗൺ സ്വിംഗ് വരുമ്പോ കുറച്ച് നമ്മൾ ഷോർട്ട് ഇമ്പാക്ട് ടൈമിൽ അത് നമ്മുടെ പാഡിന് കുറച്ച് ജസ്റ്റ് എവേ ആയിരിക്കും പോകുന്നത്. അപ്പൊ ഇൻ ബിറ്റ്വീൻ പാഡ് ആൻഡ് ബാറ്റ് ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്. ഡൗൺ സ്വിംഗിൽ എന്തായാലും ഒരു ബോട്ട് ഹാൻഡ് വരും. ഡൗൺ സ്വിംഗ് ടൈമില് പവർ ജനറേറ്റ് ചെയ്യുന്ന ബോട്ട് ഹാൻഡ് വേണം. ഓക്കെ. അപ്പൊ ആ ചിലപ്പം ആ ബോട്ട് ഹാൻഡ് യൂസ് ചെയ്യുന്നതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. ബാറ്റിന് നല്ല വെയിറ്റ് ഉണ്ടെങ്കിൽ, നല്ല വെയിറ്റ് ഉള്ള ബാറ്റ് കുട്ടികൾ ചിലപ്പോൾ അവർക്കറിയില്ല എങ്ങനെ ബാറ്റ് കൊണ്ടുവരേണ്ടതെന്നും അവർക്കറിയില്ല, മേടിക്കേണ്ടതെന്ന് അവർക്കറിയില്ല. അപ്പൊ അവർ വെയിറ്റ് ഉള്ള ഒരു ബാറ്റ് വാങ്ങിക്കുവാണെങ്കിൽ ആ ബാറ്റ് അവർക്ക് ടോപ്പ് ആൻഡ് റിസ്റ്റ് കോക്ക് ചെയ്തെടുക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. ഓക്കെ. അപ്പൊ ആ ബാറ്റിന്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി അവർ ബോട്ട് ഹാൻഡ് യൂസ് ചെയ്ത് ബാറ്റ് എടുക്കാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ആ കുട്ടികളോട് പറയാൻ അവരുടെ ബാറ്റിന്റെ വെയിറ്റ് കൂടെ നമ്മൾ എത്ര പറഞ്ഞാലും ചിലപ്പോൾ ചില കുട്ടികൾ ചെയ്തില്ല.
ഓക്കെ അപ്പൊ നമ്മൾ ദേഷ്യപ്പെട്ട് ആംഗ്രി ആയിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളത് എന്താണ് അതിന്റെ കാരണം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ശരി, മനസ്സിലായോ? അതിനുശേഷം അതിനെ കറക്റ്റ് ചെയ്യാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. Any questions more? Okay, very good question, Cyril. I think താങ്ക് യു ടിനു സർ. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ ഡൗട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ ബാക്ക് ലിസ്റ്റ് എടുക്കുമ്പോൾ ബോട്ടം ബാൻഡ് എത്രത്തോളം ഉപയോഗിക്കണം എന്നുള്ളതും. പയസ് ആഡ് ചെയ്തിട്ടുണ്ടോ? പയസ് ആഡ് ചെയ്യാനുണ്ടോ എന്തെങ്കിലും? ഇല്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഫ്രീ ആയിട്ട് ചോദിക്കാം. ഇതൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആണ്, അപ്പൊ ഏറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അടുത്ത നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നത് വെർട്ടിക്കൽ ബാറ്റ് ഷോട്ട്സ് ആണ്. അപ്പം വെർട്ടിക്കൽ ബാറ്റ് ഷോട്ട്സിലും ഈ സെറ്റപ്പ് വളരെ ആവശ്യമായിട്ടുള്ള സെറ്റപ്പിൽ നിന്നാണ് നമ്മൾ ബാക്കിയെല്ലാം കളിച്ചു തുടങ്ങുന്നത്. ഇത് ക്ലിയർ ആയാലേ അതിലേക്ക് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയും നമുക്ക് ഓൾമോസ്റ്റ് 15 മിനിറ്റോളം ഉണ്ട്. പൈസ കേൾക്കാവോ? പൈസ കേൾക്കാറും. വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എനിക്ക് ചാറ്റ് ബോക്സ് കാണാൻ വയ്യ, പ്രസന്റേഷൻ ഉള്ള ചാറ്റ് ബോക്സ് കാണാൻ വയ്യ. അപ്പൊ വേറെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുവാണെങ്കിൽ. ഇല്ല, വേറെ ആരും ചോദിച്ചിട്ടില്ല ഇതുവരെ. മെസ്സേജിൽ ആരും വന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കൈ റൈസ് ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ മൈക്ക് ഓണാക്കി ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഈ ക്ലാസ് നമ്മൾ എടുക്കുന്നത് ബേസിക് ക്ലാസ് ആയിരുന്നു പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇതൊരു ബിഗിനർ കുട്ടികളെ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എങ്ങനെ കഴിയുമെന്നാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഓക്കെ, നമ്മളൊരു കുട്ടിയെ വിലയിരുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻഡ് റിസൾട്ട് ആണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. അപ്പൊ എൻഡ് റിസൾട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ടോ? ഓക്കെ, പ്രോപ്പർലി ബോള് ബാറ്റിൽ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ബാറ്റിൽ കറക്റ്റ് ആയിട്ട് ബോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതൊക്കെയാണല്ലോ നമുക്ക് എൻഡ് റിസൾട്ട് ആയിട്ട് വേണ്ടത്. അപ്പോൾ സോറി, ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ട്. ചോദിച്ചോ. സാർ, കുട്ടികൾക്ക് എടുത്തു കൊടുക്കുന്ന ഗ്രിപ്പ് പലപ്പോഴും മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ഡ്രിൽ പറഞ്ഞിരുന്നെങ്കിൽ ക്ലിയർ പറയോ? ക്ലിയർ അല്ല. കുട്ടികളുടെ ഗ്രിപ്പ് മാറിപ്പോകുന്നുണ്ട്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഗ്രിപ്പ്. അത് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ, ഗ്രിപ്പ് മാറിപ്പോകാതിരിക്കാൻ എന്തെങ്കിലും ഡ്രിൽ കൊടുക്കുന്നത്. ഓക്കെ, ഗുഡ് ക്വസ്റ്റ്യൻ. പലപ്പോഴും നമ്മൾ കുട്ടികൾക്ക് ഗ്രിപ്പ് പറഞ്ഞു കൊടുക്കുന്നു, അവർക്കത് മാറിപ്പോകുന്നു. അത് എന്തുകൊണ്ടാണ് മാറിപ്പോകുന്നത്? കാരണം അവര് ഗ്രിപ്പ് എടുത്ത് നിൽക്കുമ്പോൾ അവർക്കറിയില്ല അത് മാറിപ്പോകുന്നു. കളിക്കുന്ന നേരത്തെ ജസ്റ്റ് സ്റ്റാൻഡ്സ് നിൽക്കുമ്പോൾ ഗ്രിപ്പ് മാറിപ്പോകുന്നു അവർക്ക് തന്നെ ചിലപ്പോൾ അറിയില്ല. നമ്മളെ ചിലപ്പോൾ കാണുന്നില്ല ഗ്രിപ്പ് മാറിപ്പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ ഒരു പിക്ചറിൽ നമ്മൾ ഒരു റെഡ് ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഈ ഒരു ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നുണ്ടോ? ഒരു ലൈൻ കാണിച്ചിരിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു റെഡ് കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ഒരു മാർക്കർ വെച്ചിട്ട് ഇൻ ബിറ്റ്വീൻ സ്പ്ലൈസിൽ നമുക്കൊരു മാർക്ക് ചെയ്യാം. ആ ബാറ്റിന്റെ വന്നിട്ട് ആ ഔട്ടർ എഡ്ജിന്റെ സ്പ്ലൈസിന്റെ ഇടയ്ക്ക് ഒരു ലൈൻ നമുക്ക് മാർക്ക് ചെയ്യാം. ദെൻ ആ വീസ് ഏത് ഹാൻഡ് വി ആണ് മാറിപ്പോകുന്നത്, ആ വീസ് ആ ലൈനിലോട്ട് പോയിന്റ് ചെയ്ത് പിടിക്കാൻ കുട്ടിയോട് ഇൻസിസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അവർക്ക് വിർച്വൽ ക്ലൂവും കൂടി ആവും അത്. അപ്പൊ അവർ പെട്ടെന്ന് എപ്പോഴും ഓരോ ബോൾ ബാറ്റ് ചെയ്തതിനു ശേഷം അവരൊന്ന് കറക്റ്റ് ചെയ്ത് ആ ലൈനിന്റെ നേരെ പിടിക്കാനായിട്ട് ട്രൈ ചെയ്യും. അതായിരിക്കും നമുക്ക് ചെയ്യാൻ നല്ലൊരു ഇൻഡിക്കേഷൻ നമുക്ക് കൊടുക്കാൻ കുട്ടികൾക്ക് പറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഹലോ പൈസ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ,
ചോദിച്ചിട്ടില്ല, വേറെ മെസ്സേജ് ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ടില്ല. ഓക്കെ. നീ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കൊണ്ട് നമുക്ക് ഈ സെഷൻ ലാസ്റ്റ് 12:30 അടുത്ത സെഷൻ അവസാനിക്കും. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം. എന്തോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. How can we assume bad weight for a specific player? കേൾക്കാൻ വയ്യ. Hello. Okay. ക്ലിയർ അല്ല. How can we assume? കേൾക്കാമോ? കേൾക്കാം. How can we assume bad weight for a specific player? അസ്യൂം വരും. കേട്ടു. ബാറ്റ് വെയിറ്റ് എങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുമെന്നാണ് ഓക്കെ 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 ക്ലിയർ ആണ്. ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ, ബാറ്റ് വെയിറ്റ് നമുക്ക് എങ്ങനെ അസ്യൂം, ഒരു ബിഗിനർ നമുക്ക് എങ്ങനെ ഒരു ബാറ്റ് വെയിറ്റ് അസ്യൂം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാല്, നമ്മൾ അവര് ഒരു ബാറ്റ് വാങ്ങിക്കുവാണെങ്കിൽ അവരുടെ ടോപ്പ് ഹാൻഡ് ബാറ്റ് ഫസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുക, അതൊന്ന് സ്ട്രെയിറ്റ് പിടിക്കുക, സ്ട്രെയിറ്റ് ആക്കി പിടിക്കുക. ബാറ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് അത് ഹാൻഡ് എക്സ്റ്റെൻഡ് ചെയ്ത് ഒന്ന് സ്ട്രെയിറ്റ് ആക്കി പിടിക്കുക. അപ്പൊ അവരെ കൊണ്ട് അത് പിടിക്കാൻ പറ്റുന്നുണ്ട്, വെൽ ബാലൻസോടുകൂടി പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. ദെൻ അത് ബാറ്റ് പിന്നെയും താഴ്ന്നു പോവുകയാണെങ്കിൽ അവരെ കൊണ്ട് അത് പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ബിഗിനേഴ്സിന് അറൌണ്ട് ഒരു 900 ഗ്രാം ഉള്ള ഒരു ബാറ്റ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. ബിലോ 1000 അതായിരിക്കും അവർക്ക് ഏറ്റവും ബെറ്റർ. 900 ആയിരിക്കും ഏറ്റവും ബെറ്റർ ബാറ്റ്. 900 ഗ്രാം വരുന്ന ബാറ്റ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. വേറെ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്തോട്ടെ. ഓക്കെ, ഇല്ല, വേറെ വന്നിട്ടില്ല അരുൺ. വന്നിട്ടില്ല. ഓക്കെ, വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആണ് മുന്നിലേക്ക് വരുന്നത്. നമ്മൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ക്വസ്റ്റ്യൻസ് നമ്മുടെ മുന്നിൽ വരാനുള്ള കാര്യം തന്നെയാണ്. ബാറ്റ് വെയിറ്റ് അതില് മുഖ്യമായ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ 6 വയസ്സ് മുതൽ കുട്ടികൾ ക്രിക്കറ്റ് കളിച്ച് തുടങ്ങുമ്പോൾ അവർക്ക് അനുയോജ്യമായിട്ടുള്ള എക്യുപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ അവരുടെ ബേസിക് മൂവ്മെന്റ്സ് മാറാനും അതിനനുസരിച്ച് അവർ ടെക്നിക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരുത്താൻ ചാൻസ് ഉണ്ട്. അനുയോജ്യമായ എക്യുപ്മെന്റ് തീർച്ചയായിട്ടും ആവശ്യമാണ്. പക്ഷെ നമുക്ക് എല്ലാ സാഹചര്യങ്ങളിൽ അത് ലഭിക്കണമെന്നുമില്ല. അത് മേടിക്കാൻ സാഹചര്യം ഇല്ലാത്ത കുട്ടികളായിരിക്കും. അപ്പം അവിടെ നമ്മൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് അത് ആ കോച്ചിന്റെ പോലെ ഇരിക്കും. ഹൗ വി ക്യാൻ അപ്പോൾ ഉള്ള സാഹചര്യം വെച്ച് നമുക്ക് എങ്ങനെ വേറെ ആർക്കെങ്കിലും എക്യുപ്മെന്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കണ്ടുപിടിച്ച് കൊടുക്കുകയോ അതൊക്കെ നമ്മൾ ആ ഇംപ്രവൈസ് ചെയ്ത് തന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവിടെ പിന്നെ ഗ്രിപ്പും എപ്പോഴും പ്രശ്നം വരുന്ന ഇഷ്യൂ തന്നെയാണ്. കുട്ടികൾ ഗ്രിപ്പ് വീട്ടിൽ ചെന്ന് അവർ ഗ്രിപ്പ് നോക്കുമ്പോൾ അപ്പൊ അത് കംഫർട്ടബിൾ ആയിരിക്കും. അപ്പം ബേസിക്കലി കുട്ടികളെ നമ്മൾ എംപവർ ചെയ്യുക, അവർക്ക് തന്നെ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അപ്പൊ അവർക്ക് തന്നെ മനസ്സിലാവണം, യെസ് ഈ ഗ്രിപ്പ് എനിക്ക് നല്ലതാണ്. അങ്ങനെ അവരെ തന്നെ എംപവർ ചെയ്യാണ്, അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഓക്കെ, സോ എനി മോർ ക്വസ്റ്റ്യൻസ്? നമുക്ക് അടുത്ത ബ്രേക്ക് എടുത്തിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് നാളെ റിവിഷനുള്ള സമയമുണ്ട്. റിവിഷനിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്. സോ we'll take a quick break and we'll come back at 11:30 for vertical bat shots. Okay. Thank you, Arun. Okay. Thank you, sir. Thank you.
ഹലോ കോച്ചസ്, വെൽക്കം ബാക്ക്. നിങ്ങൾക്കൊരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഒരു 5 മിനിറ്റ് എങ്കിലും ബ്രേക്ക് തരാൻ നോക്കുന്നത്. സോ യു ക്യാൻ റിഫ്രഷ്, കം ബാക്ക്. ഇത് ശീലമില്ലാത്ത കാര്യമായിരിക്കും നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കാൻ, ഒട്ടും ശീലമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കടന്നു പോയതാണ്. നമ്മൾ കൂടുതൽ ഓഫ്ലൈൻ, അതായത് ഇന്ററാക്റ്റീവ് റെഗുലർ ക്ലാസ്സസിലാണ് ഞങ്ങളൊക്കെ ഇരുന്ന് പഠിച്ചത്. ഇത് നിങ്ങൾക്ക് ഓൺലൈൻ ആണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇരിക്കുന്ന സമയം അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുക. എന്തെങ്കിലും ഇപ്പം ഒരു ബാറ്റോ അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് ഗ്ലൗസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു സ്റ്റമ്പോ വടിയുടെ കഷ്ണമായാലും മതി, നിങ്ങൾക്ക് അത് ചെയ്ത് പഠിക്കാൻ, ഒരു ഗ്രിപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് അത് മതി. ഓക്കെ, ഉള്ള എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാം. ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, കൂടുതൽ നിങ്ങൾ സെഷൻസ് ചെയ്യുന്തോറും ഇത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഓക്കെ, ഒരു കാര്യം കൂടെ, മെസ്സേജ് ബോക്സിൽ എന്തെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്, ഈ ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. അരുൺ, പ്ലീസ് കണ്ടിന്യൂ, ടേക്ക് ഓവർ. ഓക്കെ കോച്ചസ്, നിങ്ങളെ കൂടുതലും പേഴ്സണലായിട്ട് അറിയാൻ ആഗ്രഹമുണ്ട്. അത് വരുന്ന സെഷൻസിലൊക്കെ നിങ്ങൾക്ക് സ്വയമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അതിന് സമയം തരാം. നിങ്ങൾ പ്രത്യേകിച്ച് ഇടുക്കിയിൽ ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത്, ഓക്കെ, നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, ഇപ്പോൾ എന്ത് ആക്ടിവിറ്റിയിലാണ് നിങ്ങൾ ഇൻവോൾവ് ആയിരിക്കുന്നത്, നിങ്ങളുടെ ഒക്യുപ്പേഷൻ എന്താണ്, ഇതൊക്കെ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അത് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താം. ഓക്കെ, അപ്പോൾ ഇത് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം. നമുക്ക് നിങ്ങൾക്ക് എന്ത് മുന്നിലേക്ക് വരുമ്പോഴത്തോറും എന്തെങ്കിലും നിങ്ങൾക്ക് കോച്ച് ചെയ്യാനോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഞങ്ങളെ തിരിച്ചു വരാവുന്നതാണ്. വി ആർ ഓൾവേസ് ദെയർ ടു ഹെൽപ്പ് യു. ആൻഡ് ഈ പ്രത്യേകിച്ച് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയം നിങ്ങൾക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ ഫലപ്രദമായിരിക്കും. നേരത്തെ അരുൺ പറഞ്ഞൊരു വാചകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയാം എന്ന് വിശ്വസിക്കുന്നു, കേട്ടിട്ടുണ്ടാവും. നിങ്ങളെ പഠിപ്പിക്കുന്നതിന്റെ കൂടെ ഞങ്ങളും പഠിക്കുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇത് പറയുമ്പോഴും അത് ഞങ്ങളും അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ പ്രത്യേകിച്ച് ഈ ഇൻട്രഡക്ടറി കോഴ്സും ലെവൽ ഓയിലൊക്കെ പഠിക്കുന്നത് അത് തന്നെയാണ് എല്ലാം ലെവൽസിലും നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്. അത് ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പൊ എത്രത്തോളം ഇത് തറവാവുന്നു നമുക്ക് മുന്നോട്ട് കോച്ചിങ് ഈശ്വരാവും. അപ്പൊ ഇതാണ് ശരിക്കും വേദവചനം എന്നൊക്കെ പറയുന്നത്. ഇതാണ് കോച്ചിങ്ങിന്റെ ഓക്കെ. സോ ഇത് എത്രത്തോളം നിങ്ങൾക്ക് തറവാവുന്നു നിങ്ങൾക്ക് മുന്നോട്ട് കോച്ചിങ് ഈസിയറായിട്ട് തോന്നും. എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എനി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ. ഓൾറൈറ്റ്, സോ അരുണിന് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് അവിടെ ഉണ്ട്. അപ്പം അരുൺ തിരിച്ചു വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളെല്ലാവരും ഈ ഓൺലൈൻ മാധ്യമം യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ ഓൺലൈൻ മാധ്യമത്തിന്റെ സാധ്യത അനേകമാണ്, വളരെ വലുതാണ്.
ഫ്യൂച്ചറിൽ ഓൺലൈൻ മാധ്യമം കൂടുതൽ യൂസ് ചെയ്ത് തുടങ്ങുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എഫക്റ്റീവായിട്ട്. അതൊരു കോച്ചിങ് പെർസ്പെക്റ്റീവിലും തീർച്ചയായിട്ടും ഇതിന് വലിയൊരു ഇമ്പോർട്ടൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം. അപ്പോൾ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ഒരാളെ കോച്ച് ചെയ്യാം. ആ സ്ഥലത്ത് പോകണമെന്നില്ല. അത് നമുക്കിപ്പോൾ ചിന്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ വരുന്ന സമയങ്ങളിൽ ടെക്നോളജി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് ആരെയും വേണമെങ്കിൽ കോച്ച് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടെക്നോളജിയിലേക്കും അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് ആസ് കോച്ചസ്. ഓക്കെ, സോ കോച്ചിങ് ഒരു വാസ്റ്റ് ഫീൽഡാണ്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരുപാട് പഠിക്കാനും ഉണ്ട്. നമ്മൾ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. ട്രെയിനിങ് അതിൻ്റെ ഒരു ഭാഗമാണ്. സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗം കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, ഫിറ്റ്നസ് ഇൻ ക്രിക്കറ്റ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ആ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരുപാട് പഠിക്കാൻ പറ്റും. അതൊക്കെ ആസ് കോച്ചസ് അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക്സ് ഇൻ ട്രെയിനിങ് അതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വെച്ചാൽ രാജഗോപാൽ സാർ കുറച്ചൊന്ന് കവർ ചെയ്തിരുന്നു. നമുക്ക് എല്ലായിടത്തും നമുക്ക് ട്രെയിനറിന്റെ ആ ഒരു സൗകര്യമൊന്നും ലഭിക്കണമെന്നില്ല. നമ്മൾ തന്നെയായിരിക്കും കുട്ടികൾക്ക് വാമപ്പും വാം ഡൗണും ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടത്. അപ്പൊ അത് എന്ത് കൊടുക്കണം, എപ്പം കൊടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആസ് കോച്ചസ്. നമ്മൾ കോച്ചിങ് മാത്രമേ ചെയ്യുള്ളൂ, ക്രിക്കറ്റ് ആസ്പദമായിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം, ബേസിക്സ് ആയിട്ടുള്ളത്. സോ നമ്മൾ നമ്മുടെ വെപ്പൺസ് കൂടുതലും എപ്പോഴും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. So thank you for your patience, coaches. Please wait a few more minutes till Arun join us. Okay, thank you. ഇതിലെ കാണാവോ? കാണാം. ഓക്കെ ഓക്കെ. ഓക്കെ, സോറി കോച്ചസ്, പവർ ഓഫ് ആയി പോയി, അതാണ് നമ്മൾ ഡിലേ ആയത്. ഓക്കെ, നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബാറ്റിംഗിന്റെ ബേസിക്സ് നമ്മൾ കഴിഞ്ഞു. നമ്മൾ ഗ്രിപ്പ്, സ്റ്റാൻസ്, ബാക്ക് ലിഫ്റ്റ് എല്ലാം എടുത്തു കഴിഞ്ഞു. അടുത്ത് നമുക്ക് പോകേണ്ട ഷോട്ട്സിലോട്ടാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ബേസിക്സ് കഴിഞ്ഞാൽ വെർട്ടിക്കൽ സ്ട്രോക്കും ഹൊറിസോണ്ടൽ സ്ട്രോക്സും ആണ് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നത്. അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വെർട്ടിക്കൽ സ്ട്രോക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, വെർട്ടിക്കൽ സ്ട്രോക്സ് എങ്ങനെ കളിക്കും? വെർട്ടിക്കൽ സ്ട്രോക്കിൽ ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ്സ്, ഫ്രണ്ട് ഫുട്ട് ഡിഫൻസ്, ബാക്ക് ഫുട്ട് ഡിഫൻസ് ആൻഡ് ബാക്ക് ഫുട്ട് ഡ്രൈവ്, 3 ഷോട്ട്സ് ആണ് വെർട്ടിക്കൽ സ്ട്രോക്സിൽ നമ്മൾ ഇന്ന് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫ്രണ്ട് ഫുട്ട് ഷോട്ട്സിൽ ഫ്രണ്ട് ഫുട്ട് ഡിഫൻസ് ആണ്. ഓക്കെ, നമുക്കറിയാം ഫ്രണ്ട് ഫുട്ട് ഷോട്ടും ഉണ്ട്, ബാക്ക് ഫുട്ട് ഷോട്ടും ഉണ്ട്. അപ്പോൾ കുട്ടികളോട് നമുക്കത് ഫസ്റ്റ് പറയണം, ഇതാണ് ഫ്രണ്ട് ഫുട്ട് ഷോട്ട്, ഇതാണ് ബാക്ക് ഫുട്ട് ഷോട്ട് എന്നുള്ളത് ഫസ്റ്റ് നമുക്കൊന്ന് കുട്ടികളൊന്ന്
ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അതിനുശേഷം ഫ്രണ്ട് ഫുഡ് ഷോട്ട്സിൽ ഫ്രണ്ട് ഫുഡ് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഫ്രണ്ട് ഫുഡ് ഡിഫൻസ്. ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് ഫുഡ് ഡിഫൻസ് ആണ് എടുക്കുന്നത്. അപ്പം ഫസ്റ്റ് ഫ്രണ്ട് ഫുഡ് ഡിഫൻസ് ഏത് ബോളിൽ കളിക്കുന്ന കുട്ടികൾ നമുക്ക് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കണം. ഫ്രണ്ട് ഫുഡ് ഷോട്ട് കളിക്കുന്ന ഗുഡ് ലെങ്ത് ബോള് സ്റ്റംപിന് നേരെ, ഗുഡ് ലെങ്ത് ബോള് സ്റ്റംപിന് നേരെ, ഗുഡ് ലെങ്ത് പിച്ച് ചെയ്ത് സ്റ്റംപിന് നേരെ വരുന്ന ബോളിലാണ് നമ്മൾ ഫ്രണ്ട് ഫുഡ് ഡിഫൻസ് കളിക്കുന്നത്. ഗുഡ് ലെങ്ത് ബോൾ കമ്മിങ് ടുവേർഡ്സ് ദ സ്റ്റംപ്, ആ ബോളിലാണ് നമുക്ക് ഫ്രണ്ട് ഫുഡ് ഡിഫൻസ് ചെയ്യേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ലീഡ് വിത്ത് ഫ്രണ്ട് ഷോൾഡർ ആൻഡ് ഹെഡ്. ഏത് ബോളിലോട്ട്, ബോളിന്റെ ലൈനിൽ ഏത് ബോളിൽ കളിക്കുമ്പോഴും ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഇവിടെ ഫ്രണ്ട് ഷോൾഡറും ഹെഡും ബോളിന്റെ ലൈനിലോട്ട് ലീഡ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, സെക്കൻഡ് ഫ്രണ്ട് ഫുട്ട് ആസ് ക്ലോസ് ടു ദ പിച്ച് ഓഫ് ദ ബോൾ ആസ് പോസിബിൾ. ഫ്രണ്ട് ഫുട്ട് എപ്പോഴും ബോളിന്റെ ബോൾ പിച്ച് ചെയ്യുന്ന സ്ഥലത്ത്, അതായത് ലെങ്തിലോട്ട് ഫ്രണ്ട് ഫുട്ട് എപ്പോഴും ക്ലോസ് ആയിട്ട് വയ്ക്കും. എന്തിനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തിനാണ് നമ്മൾ ക്ലോസ് ആയിട്ട് വയ്ക്കുന്നത്? അപ്പൊ സ്പിൻ ബോൾ ആണെങ്കിൽ ബോളിന്റെ സ്പിന്നും അതുപോലെ സ്പിൻ മീൻസ് ബോളിന്റെ ടേണും അതിന്റെ ബൗൺസും നെഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബോളിന്റെ ലെങ്തിനോട് ക്ലോസ് ആയിട്ടുകൊണ്ട് ഫ്രണ്ട് ഫുട്ട് പ്ലേസ് ചെയ്യുന്നത്. ആ പ്ലേസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഫ്രണ്ട് വെയിറ്റ് ഫുള്ള് ഫ്രണ്ട് ഫുട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന വെച്ചാൽ ഫ്രണ്ട് ഫുട്ട് നീ, ഇതിനകത്ത് ഇല്ലാത്ത പോയിന്റ്സുകളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ബോൾ കളിക്കും എന്നതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇല്ലാത്ത പോയിന്റ് ആണ്, ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യണമെങ്കിൽ അത് നോട്ട് ചെയ്യാം. ഓക്കെ, ഫ്രണ്ട് ഫുട്ട് നീ ബോളിന്റെ ലെങ്തിലോട്ട്, സോറി ഫ്രണ്ട് ഫുട്ട് ബോളിന്റെ പിച്ചിലോട്ട് മൂവ് ചെയ്യുന്ന സെയിം ടൈമിൽ ബോഡി വെയിറ്റ് കംപ്ലീറ്റ് ഫ്രണ്ട് ഫുട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പൊ ഫ്രണ്ട് ഫുട്ട് നീ സ്ലൈറ്റ് ആയിട്ട് ബെൻഡ് ചെയ്യും, ബാക്ക് ഫുട്ടിന്റെ ഹീല് റേസ് ചെയ്യും. കാരണം ബാക്ക് ഫുട്ടിലെ വെയിറ്റ് കംപ്ലീറ്റ് ഫ്രണ്ട് ഫുട്ടിലോട്ട് കൊണ്ടുവരും. ഓക്കെ, ദെൻ ഡൗൺസിങ് ക്ലോസ് ടു ദ ബോഡി. ഡൗൺസിങ് ഇപ്പം ബോഡിയോട് ക്ലോസ് ആയിട്ട് കൊണ്ടുവരുന്നു. ദെൻ ബാറ്റ് പാഡിന്റെ ക്ലോസ് ആയിട്ട് വരുന്നു. ഓക്കെ, ഡൗൺസിങ് ഓഫ് ബാറ്റ് ക്ലോസ് ടു ഫ്രണ്ട് പാഡ്. ഓക്കെ, ദെൻ ഇമ്പാക്ട് അണ്ടർ ദ ഐസ്. ഓക്കെ, ഇമ്പാക്ട് എപ്പോഴും ബോളും ബാറ്റുമായിട്ട് മീറ്റ് ചെയ്യുന്ന എപ്പോഴും കണ്ണിന്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ആയിരിക്കണം. ഓക്കെ, ദെൻ അതിനോട് ഒരു പോയിന്റ് ആഡ് ചെയ്യാൻ പറ്റുന്ന വിത്ത് ഫുൾ ഫേസ് ഓഫ് ദ ബാറ്റ്. ഓക്കെ, വിത്ത് ഫുൾ ഫേസ് ഓഫ് ദ ബാറ്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണത്. ഓക്കെ, സെയിം ടൈം ബോട്ട് ഹാൻഡ് ഗ്രിപ്പ് റിലാക്സ്ഡ്, നോ ഫോളോ ത്രൂ. ആ ടൈമില് ബോട്ട് ഹാൻഡിന്റെ ഗ്രിപ്പ് റിലാക്സ്ഡ് ആയിരിക്കണം, അതുപോലെ തന്നെ ടോപ്പ് ആൻഡ് ഫേമും ആയിരിക്കണം. ഓക്കെ, ദെൻ ബോട്ട് ഹാൻഡ് ഗ്രിപ്പ് റിലാക്സ് ചെയ്താൽ, സോറി ടൈറ്റ് ആക്കിയാൽ എന്ത് പറ്റും, ബോള് ബാറ്റിലടിച്ച് ദെൻ ക്ലോസിംഗ് ഫീൽഡിലോട്ട് ക്യാച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ടോപ്പ് ആൻഡ് ഫേം ആക്കി ബോട്ട് ഹാൻഡ് റിലാക്സ് ചെയ്താൽ മാത്രമേ അത് നമുക്ക് ബോള് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ, അല്ല പിച്ചിൽ തന്നെ ബോള് ഡിഫൻസ് ചെയ്തതിനു ശേഷം വീഴ്ത്താൻ സാധിക്കുന്നുള്ളൂ. അപ്പൊ അത് കുട്ടികളോട് കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ ഫിഗർ ഓഫ് 9 ടു ബി മെയിൻറ്റൈൻഡ്. ഓക്കെ, നമ്മൾ ഡിഫൻസ് ചെയ്യുന്ന ടൈമിൽ സൈഡിൽ വ്യൂവിൽ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ടോപ്പ് ഹാൻഡും ബോട്ട് ഹാൻഡും ബാറ്റിന്റെ കൂടി ഒരു ഫിഗർ 9 മെയിൻറ്റെയിൻ ചെയ്യും. അത് നിങ്ങൾക്ക് പിക്ചറിൽ അല്ല വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ഇതാണ് മെയിൻ പോയിന്റ്സ് കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. ആ വീഡിയോ കാണിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കും. അപ്പൊ ഈ പോയിന്റ് ഒന്നുകൂടെ നിങ്ങൾ ഓർത്തിരിക്കുക, ലീഡ് വിത്ത് ഫ്രണ്ട് ഷോൾഡർ ആൻഡ് ഹെഡ്. ഇറ്റ്സ് ഇമ്പോർട്ടന്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ലീഡ് വിത്ത് ഫ്രണ്ട് ഷോൾഡർ ആൻഡ് ഹെഡ്. ഫ്രണ്ട് ഫുട്ട് ക്ലോസ് ടു ദ പിച്ച് ഓഫ് ദ ബോൾ ആസ് പോസിബിൾ. അത് എന്തിനാണെന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞു. ബോളിന്റെ ഇപ്പൊ സ്പിൻ ബോൾ ആണ്, അതിന്റെ ടേണും അതുപോലെ ബൗൺസും നെഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബോളിന്റെ ലെങ്തിനോട് ക്ലോസ് ആയിട്ട് ഫ്രണ്ട് ഫുട്ട് പ്ലേസ് ചെയ്യുന്നത്. സെയിം ടൈമിൽ ഒരു പോയിന്റ് അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്, ആ സെയിം ടൈമിൽ ബോഡി വെയിറ്റ് കംപ്ലീറ്റ് ഫ്രണ്ട് ഫുട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ഫർ യുവർ ബോഡി വെയിറ്റ് ടു ഫ്രണ്ട് ഫുട്ട്. ദാറ്റ് ടൈം ബാക്ക് ഫുട്ട് ഹീൽ ഷുഡ് ബി റേസ്ഡ്. ആ ബാക്ക് ഫുട്ടിന്റെ ഹീൽ റേസ് ചെയ്താൽ മാത്രമേ ഫ്രണ്ട് ഫുട്ടിലോട്ട് നമുക്ക് വെയിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഡൗൺസിങ് ഓഫ് ബാറ്റ് ക്ലോസ് ടു ദ ഫ്രണ്ട് പാഡ്. സെയിം, നമ്മൾ ഫ്രണ്ട് പാഡിനോട് ക്ലോസ് ആയിട്ട് വേണം ബാറ്റിന്റെ ഡൗൺസിങ് വരാനായിട്ട്. ഓക്കെ, ഇമ്പാക്ട് അണ്ടർ യുവർ ഐസ്. കണ്ണിന്റെ ഫ്രണ്ടിൽ തന്നെ, അല്ലെ കണ്ണിന്റെ താഴെ തന്നെ നിങ്ങൾക്ക് ബോളും ബാറ്റുമായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, ആ സെയിം ടൈമിൽ ബാറ്റിന്റെ ഫുൾ ഫേസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. അറ്റ് ദാറ്റ് ടൈം ബോട്ട് ഹാൻഡ് ഗ്രിപ്പ് റിലാക്സ്, ടോപ്പ് ഹാൻഡ് ഷുഡ് ബി ഫേം, നോ ഫോളോ ത്രൂ. ഓക്കെ, ദെൻ ഫിഗർ ഓഫ് 9 ടു ബി മെയിൻറ്റൈൻ. ഓക്കെ, അതിന്റെ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം. വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും.
Just a minute. കിനോവിയെ കാണാൻ പറ്റുന്നുണ്ട് ടീച്ചറാ? അരുണെ കാണാൻ പറ്റുന്നുണ്ട്. പൈസ വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ? ആ വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഒരു ഫ്രണ്ട് ഫുട്ട് ഡിഫൻസിന്റെ വീഡിയോ ആണ്. നിങ്ങളൊന്ന് ക്ലിയർ ആയിട്ടൊന്ന് വാച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് പോയിന്റ് ഡിസ്കസ് ചെയ്യാം. ഫ്രണ്ട് വ്യൂയിലാണ് ഡിഫൻസ്. രാഹുൽ ദ്രാവിഡ് ഡിഫൻസ് ചെയ്യുന്നതാണ് ഫ്രണ്ട് വ്യൂ. ശേഷം സൈഡ് വ്യൂ കാണുക. ഓക്കെ, പെർഫെക്റ്റ് ആണ് ഡിഫൻസ് ചെയ്യുന്നത് കാണാം. പിന്നെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ, നമ്മൾ പറഞ്ഞ പോയിന്റ് വെച്ച് നമുക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. സി, പ്ലേസ് ചെയ്യുന്നു, ഫ്രണ്ട് ബെൻഡ് ചെയ്യുന്നു, ഡൗൺ സ്വിംഗ്, ക്ലോസ് ടു ദ പാഡ്, ഇംപാക്ട് അണ്ടർ ഐസ്. ഫുൾ ഫേസ് ഓഫ് ദ ബാറ്റ്, ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. സി, ബാറ്റിന്റെ ഫേസ് നോക്കുക, ഫുൾ ഫേസ് ഓഫ് ദ ബാറ്റ്. ഓക്കെ, ബോൾ എവിടെ പിച്ച് ചെയ്യുന്ന നമുക്കും പറയും. ബോള് ടോയുടെ ജസ്റ്റ് ഫ്രണ്ടിൽ തന്നെ ഡിഫൻസ് ചെയ്ത് ബോള് പിച്ച് ചെയ്തു. ഓക്കെ, നോ ഫോളോ ത്രൂ ഇല്ല. ഓക്കെ, ബാറ്റിന്റെ പൊസിഷൻ നോക്കൂ, പാഡിനോട് ക്ലോസ് ചെയ്തിട്ടാണ് ബാറ്റ് ഇരിക്കുന്നത്. അപ്പൊ നോ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ പാഡ് ആൻഡ് ബാറ്റ്. ബാക്ക് ഫുട്ട് ശ്രദ്ധിച്ചാലും ബാക്ക് ഫുട്ടിന്റെ ഹീൽ റേസ് ചെയ്തിരിക്കുന്നു, ഫ്രണ്ട് ഫുട്ട് നീ ബെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ നമുക്കറിയാം വെയിറ്റ് കംപ്ലീറ്റ്ലി ഫ്രണ്ട് ഫുട്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അതിന്റെ സൈഡ് വ്യൂ കൂടെ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതിന്റെ സ്ലോ മോഷൻ ആണ്. സി, സൈഡ് വ്യൂ നോക്കുക. സൈഡ് വ്യൂ ആകുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഫ്രണ്ട് ഫുട്ട് ബോളിലെ ലെങ്തിനോട് ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. സി, നമുക്ക് ഡെലിവറി സ്ട്രൈഡ് നോക്കുന്നുണ്ട്. സോറി, ഇതിന്റെ ബാറ്റിംഗ് ഫ്രണ്ട് ഫുട്ടും ബാക്ക് ഫുട്ടും ഡിസ്റ്റൻസ്, ആ സ്ട്രൈഡ് നോക്കുക ബിഗർ സ്ട്രൈഡ് ആണ്. കാരണം ബിഗർ സ്ട്രൈഡ് എന്തിനാന്ന് വെച്ചാൽ ബോളിന്റെ ലെങ്തിനോട് ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ബിഗർ സ്ട്രൈഡ്. ബട്ട് ഇറ്റ് ഷുഡ് ബി ബാലൻസ്ഡ്. അതാണ് ഏറ്റവും വേണ്ടത്, അത് ബാലൻസ്ഡ് ആയിരിക്കണം. സി, ഡൗൺ സ്വിംഗ് നോക്കുക, ക്ലിയർ ആണ്. ഡൗൺ സ്വിംഗ് നോക്കുക, ക്ലോസ് ടു ദ ബോഡി ഓർ പാഡ്. സി, വെയിറ്റ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ്ലി നടന്നിട്ടുണ്ട്. ഫ്രണ്ട് ഫുട്ട് നീ ബെൻഡ് ചെയ്തു, ബാക്ക് ഫുട്ടിന്റെ ഹീൽ റേസ് ചെയ്താണ് ഇരിക്കുന്നത്. Now we can see a figure 9. See, top and elbow, bottom hand and bat. We can see of figure 9. Okay, full face of the bat, then in front of your eyes. Okay, complete weight front foot lote transfer ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ബോൾ എവിടെ ഇമ്പാക്ട് ചെയ്തതിനു ശേഷം ബോൾ എവിടെ പിച്ച് ചെയ്ത് നോക്കുക.
ടോയോട് ക്ലോസ്, ഫ്രണ്ട് ഫുട്ട് ടോയോട് ക്ലോസ് ആയിട്ട് തന്നെയാണ് ബോൾ പിച്ച് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ഡിഫൻസ്. സി ദ ഫിഗർ ഓഫ് 9. നിങ്ങൾക്ക് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ ഫിഗർ ഓഫ് 9. ഓക്കെ, ക്ലിയർ? ഓക്കെ, ബാക്ക് ടു പറ്റുന്നുണ്ട് ടീച്ചറാ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. പ്ലീസ് കണ്ടിന്യൂ. ഓ ഓക്കെ. ഡിലേ ഇത്രയുണ്ടെങ്കിൽ വീഡിയോസ് അവസാനം കാണിച്ചാൽ മതി കേട്ടോ. ഇല്ല ഇല്ല, നെറ്റിന്റെ പ്രശ്നം കാണാം, കുഴപ്പമില്ല. ഇനി ഓക്കെ ഓക്കെ ഓക്കെ. മൂവ് ടു ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ്. നമ്മൾ ഫസ്റ്റ് കുട്ടികളെ ഫ്രണ്ട് ഫുട്ട് ഡിഫൻസ് എങ്ങനെയാണെന്ന് എന്നുള്ളതാണ് കോഴ്സിലാണ് ഡിസ്കസ് ചെയ്ത്. ഇനി അടുത്ത് ഫ്രണ്ട് ഫുട്ട് ഡ്രൈവിലോട്ടാണ് നമ്മൾ പോകുന്നത്. വെർട്ടിക്കൽ ഷോട്ട്സിൽ ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ്. ഓക്കെ, ദിസ് ഈസ് ആൻ അറ്റാക്കിംഗ് സ്ട്രോക്ക്, ഹെൻസ് ദ ബാക്ക് ഡീസൻസ് ഫ്രം ഹയർ പൊസിഷൻസ്. അപ്പോൾ ഇത് ഒരു ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ് എന്ന് പറയുന്നത് അറ്റാക്കിംഗ് ഷോട്ട് ആണ്. സോ ഇറ്റ്സ് ഹയർ ബാക്ക് ലിഫ്റ്റ് ആവശ്യമാണ്. ഓക്കെ, ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഏത് പൊസിഷൻ എവിടെ തൊട്ട് എവിടെ വരെ നമ്മൾ കളിക്കുന്നത്? മിഡ് ഓൺ ടു കവർ റീജിയൻ. ആ ഒരു ഏരിയയിലാണ് നമ്മൾ ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ്സ് എപ്പോഴും ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബോൾ സെയിം ഫ്രണ്ട് ഫുട്ട് ഡിഫൻസ് പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് ഫുട്ട് ബോളിന്റെ ലൈന് ഇൻസൈഡ് പ്ലേസ് ചെയ്യുക. ഓക്കെ, ബോഡി വെയിറ്റ് കംപ്ലീറ്റ് ഫ്രണ്ട് ഫുട്ടിൽ ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ ഫ്രണ്ട് ഫുട്ട് നീ സ്ലൈറ്റ്ലി ബെൻഡ്. Okay. ഫോട്ടോ അടിക്കുന്നത് ഫോട്ടിന്റെ ആ ഡാഷിലോട്ട് തന്നെ ഫോളോ, ആ ഡാഷിലോട്ട് തന്നെ ഫോളോ കൊടുക്കുക. അതാണ് ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ് ചെയ്യാനുള്ളത്. സ്ട്രോക്കാണ്. അതുകൊണ്ട് ഹയർ ബാക്ക് front foot placed inside the line of the ball. Okay, body weight transferred to front foot, then while front foot knee bent. The front foot knee bend ചെയ്തിട്ട് വേണം body weight complete front foot transfer ചെയ്യാൻ. Okay, then impact in front of your eyes, full face of the bat. After impact, follow through as long as possible in the direction of the stroke. Okay, so ഇതാണ് ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം നമ്മൾ വിട്ടുപോയ ഒരു കാര്യമാണ്, നമ്മൾ ഏത് ബോളിലാണ് ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ് കളിക്കുന്നത്. ഫ്രണ്ട് ഫുട്ട് ഡിഫൻസ് ഫുൾ ലെങ്ത് ബോളിൽ കളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഏത് ബോളിലാണ് നമ്മൾ ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ് കളിക്കുന്നത്? ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ് എപ്പോഴും കളിക്കുന്നത് ഫുൾ ലെങ്ത് ബോൾ അല്ലെങ്കിൽ ഓവർ പിച്ച് ബോളിലാണ് നമ്മൾ ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ്സ് കളിക്കുന്നത്.
ഓക്കെ, അതും കൂടെ ഒന്ന് കുട്ടികളുടെ ഫസ്റ്റ് അതാണ് പറഞ്ഞുകൊണ്ട് ഏത് ബോളിലാണ് ബോളിലെ ലെങ്തും ആണ് കുട്ടികൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. നമുക്കറിയാം ഫുൾ ലെങ്ത് ബോൾ അല്ലെങ്കിൽ ഓവർ പിച്ച് ബോളിലാണ് ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ പിടി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് ബുക്കിലോട്ട് നോട്ട് ചെയ്യാനും സാധിക്കും. ഓക്കെ, കാണാവോ ഏട്ടാ? ടീച്ചറെ കാണാവോ? ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഓക്കെ വരുന്നുണ്ട് ഓക്കെ അരുണേ. ഓക്കെ ഓക്കെ ഓക്കെ. അരുണേ വീഡിയോസ് അവസാനം കാണിച്ചാൽ മതി. മതിയോ? ആ മതി മതി. ഇത് ഓക്കെ 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 ഓക്കെ. ആ ലോഡ് ചെയ്ത് വരാൻ ലേറ്റ് ആവുന്നു, അതാണ്. അപ്പൊ അവസാനം കാണിച്ചാൽ മതി, അല്ലെങ്കിൽ സമയം ഒരുപാട് നഷ്ടമാവും. ഓ ശരി ശരി ശരി. കാണാലോ അല്ലേ? കാണാം സാർ. ഓക്കെ. ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ്സിന്റെ കുറച്ച് ഫോട്ടോസ് ആണിത്. സച്ചിൻ ഡ്രൈവ് ചെയ്യുന്നു, അതുപോലെ VVS ലക്ഷ്മൺ ഡ്രൈവ് ചെയ്യുന്ന കുറച്ച് ഫോട്ടോസ് ആണ്. അപ്പൊ സി വെയിറ്റ് ട്രാൻസ്ഫർ, അതുപോലെ തന്നെ ഡ്രൈവ് ബാരിന്റെ ഫേസ്, ഫോളോ ത്രൂ, ഹെഡിന്റെ പൊസിഷൻ നോക്കുക. ഓക്കെ, വെയിറ്റ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന നോക്കുക. ഓക്കെ, ഇതാണ് കോമൺ ആയിട്ട് പറയാനുള്ളത്. ജസ്റ്റ് വീഡിയോ കാണിക്കും, വീണ്ടും നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത്. ഓക്കെ, നമ്മൾ മൂവ് ടു ബാക്ക് ഫുട്ട് ഷോട്ട്സ്. ഫസ്റ്റ് ബാക്ക് ഫുട്ട് ഡിഫൻസ് ആണ് പറയുന്നത്. ഓക്കെ, ബാക്ക് ഫുട്ട് ഡിഫൻസ്. അപ്പം ഏത് ബോളിലാണ് കളിക്കുന്നതാണ് ഫസ്റ്റ് നമ്മൾ കുട്ടികൾ പറഞ്ഞ ബാക്ക് ഫുട്ട് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഓഫ് ബോൾ, ഷോർട്ട് ഓഫ് എ ലെങ്ത് ബോൾ കമ്മിങ് ഇൻ ബിറ്റ്വീൻ വേസ്റ്റ് ആൻഡ് ചെസ്റ്റ് ഹൈറ്റ്. വേസ്റ്റ് ആൻഡ് ചെസ്റ്റ് ഹൈറ്റിൽ ബൗൺസ് ചെയ്ത് വരുന്ന ബോളിലാണ് നമ്മൾ ബാക്ക് ഫുട്ട് ഡിഫൻസ് കളിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് അതിന് വേണ്ട ഫുട് വർക്ക് ആണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. മൂവ് ബാക്ക് ഫുട്ട് ബാക്ക് ആൻഡ് അക്രോസ്, ഇൻ ബാക്ക് ആൻഡ് അക്രോസ്. ഓക്കെ, ഇൻ ലൈൻ വിത്ത് ഇൻ ലൈൻ ഓഫ് ദ ബോൾ. ബോളിന്റെ ലൈൻ അനുസരിച്ച് ബാക്ക് ഫുട്ട് ബാക്ക് ആൻഡ് അക്രോസ് പ്ലേസ് ചെയ്യാം. ബാക്ക് ആൻഡ് അക്രോസ് എന്ന് പറയുന്നത് ബാക്ക് ഫുട്ട് നേരെ ബാക്കിലോട്ട് മൂവ് ചെയ്യുക. അതുപോലെ തന്നെ ബോളിന്റെ ലൈന് അക്രോസ് ആയിട്ട് വേണം ബാക്ക് ഫുട്ട് പ്ലേസ് ചെയ്യാം. അതാണ് മൂവ് ബാക്ക് ഫുട്ട് ബാക്ക് ആൻഡ് അക്രോസ് എന്ന് പറയുന്നത്. അത് നമുക്ക് കോച്ചസ് ബാക്ക് ആൻഡ് അക്രോസ് എന്താന്ന് പറയുന്നത് നമുക്ക് കോച്ചസ് മനസ്സിലാക്കണം. എന്താണ് ബാക്ക് ആൻഡ് അക്രോസ്?
ഓക്കെ, ബാക്ക് ഫുട്ട് നേരെ ബാക്കിലോട്ട് ഇറക്കുക. അതുപോലെ തന്നെ ബോളിലെ ലൈനിന്റെ എക്രോസ് അല്ലെ ഓഫ് ടംപ് ലൈനിന്റെ ഓഫ് ടംപിന് എക്രോസ് ആക്കുക. അതാണ് മൂവ് ബാക്ക് ആൻഡ് എക്രോസ് ദ ലൈൻ ഓഫ് ദ ബോൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫ്രണ്ട് ഫുട്ട് ബാക്ക് ഇൻ ലൈൻ വിത്ത് ബോഡി. ഫ്രണ്ട് ഫുട്ട് എന്ത് ചെയ്യണം? ബോഡി ലൈനിലോട്ട് കൊണ്ടുവരണം. എങ്ങനെയാണ്? ജസ്റ്റ് വെയിറ്റ് കംപ്ലീറ്റ് ബാക്ക് ഫുട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതിനുശേഷം അൺവെയിറ്റഡ് ഫ്രണ്ട് ഫുട്ട് മൂവ് ഇൻ ലൈൻ വിത്ത് ബോഡി. ഫ്രണ്ട് ബാക്ക് ഫുട്ടിന്റെ അതേ ലൈനിലോട്ട് കൊണ്ടുവരിക. സെയിം ഫ്രണ്ട് എൽബോ ഡിഫെൻസ് ചെയ്യുന്ന ടൈമില് ഫ്രണ്ട് എൽബോ ഹൈ ആയിരിക്കണം. ടോപ്പ് ആൻഡ് എൽബോ ഹൈ ആയിരിക്കണം. ദെൻ അറ്റ് എ ടൈം ടോപ്പ് ആൻഡ് ഫേം ആയിരിക്കണം. ടോപ്പ് ആൻഡ് നല്ല ഉറച്ചു പിടിക്കണം. ബോട്ട് ആൻഡ് റിലാക്സ്ഡ് ആയിരിക്കണം. ദെൻ വേറെ ഇമ്പോർട്ടൻറ്റ് ആഡ് ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫേസ് ആയിരിക്കണം. ഫുൾ ഫേസിൽ വേണം ഡിഫെൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, ബോഡി വെയിറ്റ് കംപ്ലീറ്റ് ബാക്ക് ഫുട്ടിലായിരിക്കണം ആണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓക്കെ, ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. മൂവ് ബാക്ക് ഫുട്ട് ബാക്ക് ആൻഡ് എക്രോസ് ഇൻ ലൈൻ ഓഫ് ദ ബോൾ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ബാക്ക് ഫുട്ട് ബാക്കിലോട്ട് മൂവ് ചെയ്യണം. സെയിം ടൈം ബോളിന്റെ ലൈനിന്റെ എക്രോസ് ആയിരിക്കണം മൂവ് ചെയ്യുന്നത്. കാരണം ബോഡിയുടെ ലൈനിന്റെ അകത്താക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ മൂവ് ചെയ്യുന്നത്. സെയിം അൺവെയിറ്റഡ് ഫ്രണ്ട് ഫുട്ട് ഇൻ ലൈൻ. ഫ്രണ്ട് ഫുട്ട് ബാക്കിലോട്ട് കൊണ്ടുവരിക. ബാക്കിലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബാക്ക് ഫുട്ടിന്റെ ആ ലൈനിലോട്ട് തന്നെ ഫ്രണ്ട് ഫുട്ട് കൊണ്ടുവരിക. ഓക്കെ, സെയിം ഷോട്ട് കളിക്കുന്ന ടൈമില് ടോപ്പ് ആൻഡ് എൽബോ ഹൈ ആയിരിക്കണം. സെയിം ടൈമില് ടോപ്പ് ആൻഡ് ഫേം ആയിരിക്കണം. ബോട്ട് ആൻഡ് റിലാക്സ്ഡ് ആയിരിക്കണം. ഓക്കെ, നമുക്ക് ബോളിനെ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ബോൾസ് കംസ് ടുവേഴ്സ് യു. ബോൾ ഇങ്ങോട്ട് തന്നെ വരണം. ഇങ്ങോട്ട് വന്നതിന് ശേഷം വേണം കളിക്കാൻ. അതിനെ അങ്ങോട്ട് പോയി പുഷ് ചെയ്യണം. പുഷ് ചെയ്താൽ ക്യാച്ചസിനുള്ള ചാൻസസ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ബാക്ക് ഡിഫൻസിന്റെ മെയിൻ പോയിന്റ്സ്. ഓക്കെ, വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. സെയിം ബാക്ക് ഫുട്ട് ഡ്രൈവ്. ഓക്കെ, ബാക്ക് ഫുട്ട് ഡ്രൈവ് ആണ് നമ്മള്. ഓക്കെ, സ്റ്റെബിലൈസ് ദ ബാക്ക് ഫുട്ട്. സാർ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ സാർ വോയിസ് ക്ലിയർ ആവുന്നില്ല. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും കുറച്ച് മെസ്സേജ് ഉണ്ട് സാർ. എന്റെ വോയിസ് ക്ലിയർ ആണോന്ന് അറിയില്ല. എന്തായാലും ഞാൻ കേൾക്കാം ശുക്രെ. ഒരു ബ്രേക്ക് എടുത്ത്. ഓക്കെ താങ്ക് യു. നിങ്ങളുടെ നെറ്റും ഓക്കെ ആണോന്ന് ശ്രദ്ധിച്ചാൽ മതി. വോയിസ് ഓക്കെ ആണ്. പക്ഷെ അരുൺ അവിടെ എനിക്കൊന്ന് ഇന്റർനെറ്റ് പവർ ഫെയിലിയേഴ്സ് ഉണ്ട്. അതുകൊണ്ടുള്ള ഇഷ്യൂസ് ആണ് അരുൺ അവിടെ. ഓക്കെ,
തിരിച്ചു വരും, ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. താങ്ക് യു. സോറി, ഇന്റർനെറ്റ് കണക്ഷന് ചെറിയൊരു പ്രശ്നം വന്നു. ഓക്കെ, കാണാൻ ഹലോ? കാണാറുണ്ട്. കണ്ടിന്യൂ അരുൺ. ഓക്കെ. ഡിഫൻസ് കംപ്ലീറ്റ് കേട്ടായിരുന്നോ? ബാക്ക് ഫുട്ട് ഡിഫൻസ് കേട്ടായിരുന്നോ? ഇത് കേട്ടായിരുന്നു. ഓക്കെ, ബാക്ക് ഫുട്ട് ഡ്രൈവ് പറഞ്ഞാ പോരെ? ഇത് കഴിഞ്ഞ ബാക്ക് ഫുട്ട് ഡ്രൈവ് കേട്ടോ? മതി. ഇല്ല, ബാക്ക് ഫുട്ട് ഡ്രൈവിന് തുടങ്ങി. ഓക്കെ, ശരി. ഓക്കെ, സോറി കോച്ചസ്, ഇന്റർനെറ്റിന് ചെറിയൊരു പ്രശ്നം വന്നു. പവർ പോകുന്നതാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, സോറി. അപ്പൊ നമുക്ക് ബാക്ക് ഫുട്ട് ഡിഫൻസ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. അതിനുശേഷം ബാക്ക് ഫുട്ട് ഡ്രൈവിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ബാക്ക് ഫുട്ട് ഡ്രൈവ് ഏത് ബോൾ കളിക്കുന്നതാണ് കുട്ടികളുടെ ഫസ്റ്റ് അതിന്റെ ലൈനാണ് ഫസ്റ്റ് കുട്ടികളോട് പറയുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പം ബാക്ക് ഫുട്ട് ഡ്രൈവ് ജസ്റ്റ് ഷോർട്ട് ഓഫ് എ ലെങ്തിന് ജസ്റ്റ് ഷോർട്ട് വരുന്ന ബോള് കമ്മിങ് ഇൻ ബിറ്റ്വീൻ നീ ആൻഡ് വേസ്റ്റ് ആയിട്ട്, നീയുടെയും വേസ്റ്റിന്റെയും ഇടയ്ക്ക് വരുന്ന ബോൾ, ആ ബൗൺസിൽ വരുന്ന ബോളിലാണ് നമ്മൾ ബാക്ക് ഫുട്ട് ഡ്രൈവ് ചെയ്യുന്നത്. ബാക്ക് ഫുട്ട് ഡ്രൈവ് ചെയ്യുന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, സ്റ്റെബിലൈസ് ദ ബാക്ക് ഫുട്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ബാക്ക് ഫുട്ട് ഡിഫൻസിന് നമ്മൾ ബാക്ക് ഫുട്ട് മൂവ് ബാക്ക് ആൻഡ് അക്രോസ് ഓഫ് ദ ലൈൻ ഓഫ് ദ ബോൾ എന്ന് പറയും. സെയിം ബാക്ക് ഫുട്ട് സെയിം മെത്തേഡ് തന്നെ ബാക്കിലോട്ട് മൂവ് ചെയ്യുക. ദെൻ അതിനുശേഷം ഫ്രണ്ട് ഫുട്ട് ഇൻ ലൈൻ വിത്ത് ബാക്ക് ഫുട്ട്. ഫ്രണ്ട് ഫുട്ട് എന്ത് ചെയ്യണം? ബോഡിയുടെ ലൈനിലോട്ട് ബാക്കിലോട്ട് തന്നെ മൂവ് ചെയ്ത് കൊണ്ടുവരിക. ബോഡി സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണത്. ഓക്കെ, ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണത് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ദെൻ കീപ് ആംസ് ക്ലോസ് ടു ദ ബോഡി. ഓക്കെ, ആംസ് എപ്പോഴും ഡൗൺ സ്വിംഗ് ടൈമിൽ ആംസ് എപ്പോഴും ബോഡിയോട് ക്ലോസ് ആയിട്ട് തന്നെ ഇരിക്കണം. ഓക്കെ, ഒരു ഇതിനകത്ത് ഇല്ലാത്തൊരു പോയിന്റ് ആഡ് ചെയ്യുവാണ്. ഡൗൺ സ്വിംഗ് close to the body, as symbol, down swing close to the body. Okay, then at the time of impact we produce full face of the bat. നമ്മള് ബാറ്റിന്റെ ഫുൾ ഫേസ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ആ ഇമ്പാക്ട് ചെയ്യുന്ന ടൈമിൽ ഹെഡ് സ്റ്റഡി ആയിരിക്കണം, ഐസ് ലെവൽ ആയിരിക്കണം. ഓക്കെ, ദെൻ ഫ്രണ്ട് എൽബോ ഹൈ. ആ പിക്ചർ ഫോട്ടോയിൽ the same time top one grip firm, board hand relax. And board hand നോക്കുക, board hand relax ആയിട്ട്. Then full swing of the bat. നമ്മൾ എങ്ങോട്ട് ഷോട്ട് അടിക്കും, കവറിലോട്ടാണ് കവറിലോട്ട്. ഓക്കെ, ആ ബാറ്റിന്റെ ഫുൾ സ്വിങ്, ബാറ്റ് ബോൾ എങ്ങോട്ട് അടിക്കുന്നു ആ ഡയറക്ഷനിലോട്ട് തന്നെ ബാറ്റിന്റെ ഫുൾ സ്വിങ് ചെയ്യാനായിട്ട് പിള്ളേരോട് പറയണം നമ്മൾ. ഓക്കെ, ഇതാണ് ബാക്ക് ഡ്രൈവ്. അതിനെ കുറിച്ച് പോയിന്റ്സ് ഉള്ളത്. ദെൻ നിങ്ങൾക്ക് വീഡിയോസ് ഞാൻ കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് കിട്ടും.
വീഡിയോ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് അരുണേ. കണ്ടിന്യൂ. ഓക്കെ ഓക്കെ. ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യാം. അരുണേ, വീഡിയോ വന്നിട്ടില്ല ഇതുവരെ. വന്നിട്ടില്ല. വന്നിട്ടില്ലേ? ഇല്ല. കിനോവിയ കാണുന്നുണ്ടോ ഏട്ടാ? കിനോവിയ കാണാം. കിനോവിയ കാണുന്നുണ്ടോ? കിനോവിയ കാണാം. ഇപ്പൊ വന്നു. പ്ലേ ചെയ്യുന്നില്ലേ ഇപ്പൊ? കാണാൻ പറ്റുന്നില്ല? ഇപ്പോഴാണ് വീഡിയോ വന്നത്. തുടങ്ങി. ഓക്കെ ഓക്കെ. ഓക്കെ, അതിന്റെ ബാക്ക് ഫുട്ട് സ്റ്റെബിലൈസ് ചെയ്യുന്ന എങ്ങനെയാ നിങ്ങൾ ക്ലോസ് ആയിട്ട് ഒന്ന് വാച്ച് ചെയ്യുക. ബാക്ക് ഫുട്ടിന്റെ മൂവ്മെന്റ് ചെയ്യും. ബാക്ക് ഫുട്ട് എങ്ങോട്ടാ മൂവ് ചെയ്യുന്ന നോക്കുക. ബാക്കിലോട്ട് മൂവ് ചെയ്യും. അതുപോലെ തന്നെ ബോളിന്റെ ലൈനിന്റെ എക്രോസ് ആയിട്ടാണ് ഫീറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബാക്ക് ഫുട്ട് ഡിഫൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫ്രണ്ട് ഫുട്ട് മൂവ് ചെയ്യുന്ന വാച്ച് ചെയ്യുക. ക്ലിയർ ആയിട്ട് ഫ്രണ്ട് ഫുട്ട് മൂവ് ബാക്ക് ഇൻ ലൈൻ വിത്ത് ബോഡി. ഓക്കെ, ദെൻ full face of the bat, impact under your eyes, see the top hand elbow high, top hand grip firm, see the bottom hand position നോക്കുക. ബോട്ട് ഹാൻഡിന്റെ 2 fingers അല്ല 3 fingers മാത്രമാണ് ബാറ്റില്. ബോട്ട് ഹാൻഡ് ഗ്രിപ്പ് റിലാക്സ്ഡ് ആയിരിക്കും. ദെൻ ഈ പിക്ചറിൽ നോക്കുമ്പോൾ അറിയാം ഇത് ഒരു ഫിഗർ 9. നമ്മൾ ഫ്രണ്ട് ഫുട്ട് ഡിഫൻസിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഫിഗർ 9 മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹെഡിന്റെ പൊസിഷൻ നോക്കുക. ഹെഡ് അബ്സല്യൂട്ട്ലി സ്റ്റിൽ, ഐസ് ലെവൽ. ഓക്കെ, ബോൾ എവിടെ പിച്ച് ചെയ്യുന്ന വാച്ച് ചെയ്യുക. ജസ്റ്റ് ഇൻ ഫ്രണ്ട്, ഡിഫൻസ് ചെയ്യുന്ന ആളുടെ ഫ്രണ്ടിൽ തന്നെയാണ് ബോൾ പിച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ്. നോക്കുക, നേരെ ബാക്കിലോട്ടാണ്. അതുപോലെ തന്നെ ബോളിന്റെ ലൈനിന്റെ എക്രോസ് ആയിട്ടാണ്. ഓക്കെ, നമ്മൾ വാച്ച് ഫ്രണ്ട് ഫുട്ട് ആണ്. ഫ്രണ്ട് ഫുട്ടിന്റെ മൂവ്മെന്റ് വാച്ച് ചെയ്യുക. ബോർഡിൽ ലൈനോട് ക്രോസ് ആയിട്ട് വന്നു. ഓക്കെ, സെയിം ടൈമില് ഇമ്പാക്ട് ഉണ്ടല്ലോ. ഇമ്പാക്ട് ചെയ്യുന്ന ടൈമില് see top and elbow, bottom and relax, top and fall, head still and eyes level. Okay, back foot ഡ്രൈവിനെ കുറിച്ചാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. See, സെയിം ബാക്ക് ഫുട്ടിന്റെ മൂവ്മെന്റ്സ്. ബാക്ക് ഫുട്ട് എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ആദ്യം ഫസ്റ്റ് നോക്കുക. ബാക്ക് ഫുട്ട് സെയിം, back hand across the line of the ball, then front foot move
ഇൻ ലൈൻ വിത്ത് ബോഡി. ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബോഡി നല്ല സ്റ്റേബിൾ ആയിട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്രണ്ട് ഫുട്ടിയുടെ നമ്മുടെ ബോഡി ലൈനോട് ക്ലോസ് ആയിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ ബോഡി നല്ല ബാലൻസ്ഡ് ആയിരിക്കും. ഷോട്ട് കളിക്കുമ്പോൾ ബോഡി നല്ല ബാലൻസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇമ്പാക്ട് അണ്ടർ ഐസ്, ടോപ്പ് ആൻഡ് ഫോം, ഫുൾ ഫേസ്. ബാറ്റ് വാച്ച് ചെയ്യാം, ബാറ്റിന്റെ ഫുൾ ഫേസിലാണ് അടിക്കുന്നത്. ഓക്കെ, ടോപ്പ് ആൻഡ് എൽബോ ഹൈ, head absolutely still, eyes level. ഈ പോയിന്റ്സുകളാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഒന്നുകൂടെ ചെയ്യിപ്പിക്കാനായിട്ട് batch. ഓക്കെ, നിങ്ങൾക്ക് പോയിന്റ്സ് എല്ലാം ക്ലിയർ ആയി കാണും, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുപോലെ നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് അവരോട് പറയണം. ഈ പോയിന്റ്സ് എന്ന് പറഞ്ഞാല് പറയേണ്ടതായിട്ടുള്ള പോയിന്റ്സ്. ഇത് കുറച്ച് കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. ദെൻ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അവർ കളിക്കുന്നതിനകത്ത് മിസ്റ്റേക്ക് ആണ് പറഞ്ഞു കൊടുക്കുക. അത് എല്ലാ പോയിന്റ്സും കുട്ടികളടുത്ത് പറയേണ്ട ആവശ്യമില്ല. അവർ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന പോയിന്റ്സ് ഉണ്ടല്ലോ, തന്നിരിക്കുന്ന പോയിന്റ്സ് ഉണ്ട്, ആ പോയിന്റ്സ് മാത്രം ഒന്ന് സ്ട്രെസ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു നമ്മളൊന്ന് ഡെമോ ചെയ്യണം. ഈ ഷോർട്സ് ഡെമോ ചെയ്യാൻ പറ്റണം. ഇൻ കേസ് നമുക്ക് ഡെമോ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആളെ കൊണ്ട് നമ്മൾ ഡെമോ ചെയ്യും. അപ്പൊ എല്ലാവർക്കും ബാക്ക് ഫുട്ട് ഡിഫൻസ് ഡ്രൈവ് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മളടുത്ത് ആരെങ്കിലും നന്നായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് പക്കായിട്ട് ചെയ്യുക. അതിനുശേഷം കുട്ടികളോട് പറഞ്ഞ് നമ്മൾ ഒരു ഷാഡോ ചെയ്യുന്ന പോലെ പറഞ്ഞിട്ട് അത് കുട്ടികളോട് നന്നായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ അവർക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ചേട്ടാ കേൾക്കണോ? ഹലോ, പൈസ കേൾക്കാമോ? കേൾക്കാമോ? ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ എന്തെങ്കിലും ഡൗട്ട് അവർക്കുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. എന്തോ? ഷുക്കൂറാണ്. പറഞ്ഞു. സാർ, ബാക്ക്വുഡ് ഡിഫൻസിന്റെ ആ ലെങ്ത്, ബോളിൽ കളിക്കുന്ന ലെങ്ത് ലൈൻ ഒന്ന് പറയൂ സാർ. അതൊന്ന് കവർ ചെയ്തില്ല, അതുകൊണ്ടാണ്. ബാക്ക്വുഡ് ഡിഫൻസ് അല്ലേ? ഡിഫൻസ്. ഓക്കെ, ബാക്ക്വുഡ് ഡിഫൻസ് കളിക്കുന്ന ബോള് ഷോർട്ട് പിച്ച് ബോളിലാണ് ബാക്ക്വുഡ് ഡിഫൻസ് ചെയ്യുന്നത്. ഷോർട്ട് പിച്ച് ബോള് നമ്മുടെ വേസ്റ്റിന്റെയും, അതായത് നമ്മുടെ വേസ്റ്റിന്റെയും ചെസ്റ്റിന്റെയും ഹൈറ്റ് വരുന്ന ബോളിലാണ് നമ്മൾ ബാക്ക്വുഡ് ഡിഫൻസ് കളിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ സാർ. അപ്പൊ ബാക്ക്വുഡ് ഡ്രൈവും അതേ ഹൈറ്റിലാണ് ബോള് വരുന്നത്? ഷോർട്ട് ഓഫ് ലെങ്തിന് ജസ്റ്റ് ഷോർട്ട് ഓഫ് അത് വരുന്ന നീക്കും ബിറ്റ്വീൻ നീ ആൻഡ് വേസ്റ്റ്, ആ ഹൈറ്റ് വരുന്ന ബോളാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, നല്ല ഇമ്പോർട്ടന്റ് ആണ്, കുട്ടികളോട് പറയുന്നത് ഫസ്റ്റ്. Any other questions? Okay, coaches. Questions വേറെ ഉണ്ടോ? നേരത്തെ ചെയ്ത പോലെ നമുക്ക് കൈ ഉയർത്തിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. റേസ് ഹാൻഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പയസിന് അയച്ചു കൊടുക്കുകയോ ഈ മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യുകയോ ചെയ്യാം. ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് 10 minutes ബാക്കിയുണ്ട്. സോ എനി ക്വസ്റ്റ്യൻസ് വി ക്യാൻ ക്ലിയർ. വീഡിയോസ് ഇനി ഒന്നും കൂടെ പ്ലേ ചെയ്യണമെങ്കിൽ അതും ചെയ്യാം.
നിങ്ങൾക്ക് വീഡിയോസ് ഇനി മനസ്സിലായിട്ടില്ല, അതെ. അതൊന്നും കൂടെ പ്ലേ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും ചെയ്യാം. നോ പ്രോബ്ലം. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, കുഴപ്പമില്ല. അരുണേ, എന്തോ അരുൺ, ആ വീഡിയോസ് ഡ്രൈവ്സിന്റെ തൊട്ടുള്ള വെർട്ടിക്കൽ ബാറ്റ് ഷോട്ട്സിന്റെ വീഡിയോസ് ഒന്നും കൂടെ പ്ലേ ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തോ. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ്. ഡിഫൻസ് വേണ്ട, ഡ്രൈവ് തൊട്ടുള്ള. ഓക്കെ, വരുന്നുണ്ട്. PPT ഇതുവരെ വന്നു തുടങ്ങിയിട്ടില്ല, വരുന്നേ ഉള്ളൂ. അരുണെ കാണാം. ഇല്ല, ഇതുവരെ ഇല്ല അരുണെ, വരുന്നേ ഉണ്ടാവുള്ളൂ. ആയിട്ടുണ്ട്, കാണാൻ പറ്റുന്നില്ല. ഇല്ല അരുണ, ഇതുവരെ വന്നിട്ടില്ല. നെറ്റ് ഇഷ്യൂസ് ഉണ്ടോ അവിടെ? നെറ്റിന്റെ ഇഷ്യൂസ് ഉണ്ടോ? ഷെയർ ചെയ്യുന്നു. ഇല്ല, നെറ്റ് ഇപ്പം ഏകദേശം ഫുള്ളായിട്ട് കിട്ടുന്നുണ്ട്. ഒന്നുകൂടെ ഷെയർ ചെയ്ത് നോക്കട്ടെ. ഓക്കെ അരുണെ, ഹോൾഡ് ഓൺ. നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എനിക്കൊന്ന് സിറിൽ സക്കറിയ ഒന്ന് കൈ ഉയർത്തിയിട്ടുണ്ട്. സിറിൽ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? സർ, ഞാനൊരു സജഷൻ പറഞ്ഞോട്ടെ. അതായത് സപ്പോസ് വീഡിയോ ഇതിനകത്ത് പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ MB സൈസിലാണെങ്കിൽ ഈ ഗ്രൂപ്പിൽ പൈസ അറിയായിരിക്കും ആരൊക്കെയുണ്ട് ഗ്രൂപ്പ്സിൽ. അതിനകത്തൊന്ന് ജസ്റ്റ് ഇന്ന് എടുത്തതിന്റെ വീഡിയോസ് ഇട്ടാലും അവർക്ക് പിന്നീട് അത് യൂസ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും അത് ഇടുന്നതായിരിക്കും. നമ്മൾ അങ്ങനെ ഇടാറുണ്ട്. വീഡിയോസ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യാം. താങ്ക് യു സർ. അത് കണ്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളും അതോടൊപ്പം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക്
ഇത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഇത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ, കുട്ടികളുടെ അടുത്ത് പ്രാക്ടീസ് ചെയ്യല്ല, ആസ് കോച്ചസ് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചെന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലേ നമുക്ക് ഇത് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങളെ ഇന്ന് കാണിച്ചതെല്ലാം കീ പോയിന്റ്സ് ആണ്. ഓരോ ആസ്പെക്ടിന്റെ കീ പോയിന്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ കീ പോയിന്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഓരോ കീ പോയിന്റും നമ്മളിൽ തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇന്നത്തെ ഇത് നമുക്ക് ഇവിടെ വൈൻഡ് ചെയ്യാം. അതായിരിക്കും നല്ലത്. ഇഫ് യു ഡോണ്ട് ഹാവ് എനി മോർ ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ആർക്കും ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ പറഞ്ഞോളൂ. ഇൻബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അരുൺ, ഹലോ. വൈൽ ഡ്രൈവിംഗ് ആൻഡ് ഡിഫെൻഡിങ് വിച്ച് ഹാൻഡ് ഷുഡ് ഹാവ് ഡോമിനൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലീസ് ബ്രീഫ് ഓൺ ബോഡി വെയിറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ചേട്ടാ കേൾക്കുന്നുണ്ട്. പയസ്, അവിടെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട് പയസിന്റെ അവിടെ നിന്ന്. ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെയാണ്. എന്തോ ഒരു ശബ്ദം വരുന്നുണ്ട് പയസോടെ ഓൺ ചെയ്യുമ്പോ. വണ്ടി പോകുന്നതായിരുന്നു. ഓക്കെ. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്യാം. വൈൽ ഡ്രൈവിംഗ് ആൻഡ് ഡിഫെൻഡിങ് വിച്ച് ഹാൻഡ് ഷുഡ് ഹാവ് ഡോമിനൻസ്. അത് സംശയമില്ല, ടോപ്പ് ഹാൻഡ് തന്നെയാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഡോമിനൻസിൽ വരേണ്ടത്. ഓക്കെ, അപ്പം റൈറ്റ് ഹാൻഡർ ആണ് ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിലും അവരുടെ ടോപ്പ് ഹാൻഡ് അത് തന്നെയാണ് മോർ കൺട്രോൾ ചെയ്യേണ്ടത്. ഷോട്ട് കളിക്കുമ്പോൾ കൺട്രോൾ ചെയ്യേണ്ടത് ബോട്ടം ഹാൻഡ് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ടോപ്പ് ഹാൻഡ് കൺട്രോൾസ്, ബോട്ടം ഹാൻഡ് സപ്പോർട്ട്സ്. ഓക്കെ, സോ ബോട്ടം ഹാൻഡ് സപ്പോർട്ട് നമ്മുടെ തള്ളവിരലും ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും മാത്രം ബാറ്റിൽ ഉണ്ടാവേണ്ട ആവശ്യമുള്ളൂ. സോഫ്റ്റ് ഹാൻഡ്സ്, ബോട്ടം ഹാൻഡ് സോഫ്റ്റ് ആയിട്ട് ഇരിക്കേണ്ടത് ആവശ്യമാണ്. ഓൾറൈറ്റ്, പ്ലീസ് ബ്രീഫ് ഓൺ ബോഡി വെയിറ്റ്. ഓക്കെ, ഡ്രൈവ് ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ബോഡി വെയിറ്റ് ഓൺ ദ ഫ്രണ്ട് ഫുട്ടിലായിരിക്കണം. weight should be transferred to the front foot. Okay, so our head and shoulder should move forward. Head and shoulder move ചെയ്യുമ്പോഴാണ് നമ്മുടെ വെയിറ്റ് കൂടുതലും ഫ്രണ്ട് ഫുട്ടിലേക്ക് വരുന്നത്. മീൻ ടൈം while you playing a back foot drive, our weight should be on the back foot. All right, back foot drive. അപ്പം നമ്മുടെ വെയിറ്റ് കളിക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് ബാക്ക് ഫുട്ടിലേക്ക് ആക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഓൾറൈറ്റ്, അരുൺ ഇപ്പോഴാണോ ജോയിൻ ആയത്? ഇപ്പോഴല്ല ജോയിൻ ആയത്. ഹലോ അരുൺ, മ്യൂട്ടാണ് അരുൺ. അരുൺ ഇനിയും ഇത് നമുക്ക് ഇന്ന് സ്റ്റോപ്പ് ചെയ്യാം, സമയം ഓൾറെഡി ആയി. ഓക്കെ, നാളെ റിവൈസ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ നമുക്ക് വീഡിയോസ് പ്ലേ ചെയ്യാം. ഓൾറൈറ്റ്, സോ നാളെ ഇന്റർനെറ്റിന് ഇഷ്യൂസ് ഒക്കെ ഒന്ന് സോർട്ട് ചെയ്താൽ. ഓക്കെ, സോ താങ്ക് യു കോച്ചസ്, താങ്ക് യു ഫോർ ടുഡേ, താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ് ആൻഡ് കോപ്പറേഷൻ. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് ഓൺലൈൻ ക്ലാസ്സസിൽ സാധാരണ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ,
എനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, കൂടുതൽ ഡൗട്ട്സ് തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഉണ്ടാവും. കൂടുതൽ ഡൗട്ട്സ് നിങ്ങൾക്ക് നാളെ നമുക്ക് റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഓൾറൈറ്റ്, സോ കം പ്രിപ്പയർഡ് ഫോർ ദ ഫസ്റ്റ് ഹാഫ് ആൻ അവർ ടുമോറോ ഫോർ ദ റിവിഷൻ സെഷൻ. ഓൾറൈറ്റ്, സോ താങ്ക് യു സോ മച്ച്. ഓൾറെഡി നമ്മൾ 3.5 hours നമ്മൾ എൻഗേജ് ചെയ്തു. So that's really good. Thank you once again for your cooperation. Okay, videos ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ആ കോച്ചസ് ഗ്രൂപ്പിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. സോ പ്ലീസ് വാച്ച് ഇറ്റ്. സ്ലോ മോഷനിൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഓക്കെ, എനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ റിവൈസിങ് ടൈമിൽ ചോദിക്കാം ഞങ്ങൾക്ക്. ഓൾറൈറ്റ്, സോ പയസ് ഇസ് ഓൾസോ ദെയർ ടു ഹെൽപ്പ് യു. വയസ്സിനടുത്ത് നിങ്ങൾക്ക് questions ചോദിക്കാം. Thank you so much, everybody. Okay, thank you, coaches. Thank you, Chincheta. Thank you, Arun. Thank you, Arun. Thank you.